നമ്മൾ ഈശ്വരാരാധനയിൽ മുഴുകുന്നത്. അപ്രകാരമുള്ള ഭക്തന് 2 തരം വാസനകളുണ്ടാകണം എന്ന് ശാസ്ത്രം പറയും. വാസനകളെന്ന് പറഞ്ഞാൽ താല്പര്യത്തെ ജനിപ്പിക്കുന്ന മാനസികാവസ്ഥയാണ് വാസന എന്ന് പറയപ്പെടുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയില്ലേ, ചില കുട്ടികൾക്ക് ഈ ജന്മനാ തന്നെ നല്ല പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടാവും ഇല്ലേ, ആരും പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? അവൻ്റെ ജന്മവാസനയാണെന്ന് പറയും. ചില കുട്ടികൾ നല്ലതുപോലെ ഡാൻസ് കളിക്കും, എങ്ങും പോയി പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ, അവർ കണ്ടൊക്കെ ഇങ്ങനെ കളിക്കും. അപ്പോൾ നമ്മൾ പറയും അവൻ്റെ ജന്മവാസനയാണ്. ആരും പകർന്നു കൊടുക്കാതെ തന്നെ അവൻ്റെ ജന്മം കൊണ്ട് തന്നെ അവനിൽ വന്നു ചേരുന്ന വാസനയാണ്. അതുപോലെ അപ്പോൾ ഒരു ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതിനും വാസനയുണ്ട്, ദുർവാസനകളുമുണ്ട്. മനസ്സിലായില്ലേ? ചിലരെ നമ്മൾ എത്ര പിടിച്ച് നന്നാക്കാൻ ശ്രമിച്ചാലും നന്നാവില്ല. അതെന്തുകൊണ്ടാണ്? അവന് താല്പര്യം മോശമായതിനോടാണ്. അപ്പോൾ ദുർവാസനകളുമുണ്ട്, സദ്വാസനകളും ഉണ്ട്. അപ്പം നല്ലതിനോടുള്ള താല്പര്യം ഉണ്ടാവും, മോശപ്പെട്ടതിനോടുള്ള താല്പര്യവും ഉണ്ടാവും. നല്ലതിനോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അത് വളർന്ന് ഏതിലെത്തും? നന്മയിലേക്ക് എത്തും. മോശപ്പെട്ടുള്ള വാസനകളാണ് ഉള്ളതെങ്കിലോ അത് ഏതിലേക്ക് എത്തും? ആ മോശമായ അവസ്ഥയിലേക്ക് എത്തും. അപ്പം നല്ല വാസനകളെ സൃഷ്ടിക്കാൻ നമ്മൾ സ്വയം ശ്രമിക്കണം. മാതാപിതാക്കൾ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ സഹായിക്കണം. അവരുടെ വാസനകളെ കണ്ടെത്തി വികസിപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ ആ വാസനകൾ തെറ്റാണെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയല്ല, അതിങ്ങനെയാണെന്ന് തിരുത്തി അവരെ ആ വഴിയിലേക്ക്. ഇപ്പോൾ ചില താല്പര്യങ്ങൾ, ഇപ്പോൾ അതിനൊരു നല്ല ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിവേകാനന്ദ സ്വാമികളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ടൊരു കഥയുണ്ട്. അദ്ദേഹം കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന വേളയിൽ നല്ലതുപോലെ ഏറ്റവും മിടുക്കനായി പഠിക്കുന്ന കുട്ടിയാണ് സ്വാമി വിവേകാനന്ദൻ. അന്നത്തെ പേര് നരേന്ദ്രൻ എന്നാണ്. സ്വാമി ആയതിനു ശേഷമാണ് വിവേകാനന്ദൻ എന്ന പേര് സ്വീകരിക്കുന്നത്. അപ്പോൾ നരേന്ദ്രൻ ഏറ്റവും മിടുക്കനാണ് ക്ലാസ്സിൽ. അപ്പോൾ ക്ലാസ് ടീച്ചർ കുട്ടികളോട് എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ആരാകണം എന്ന് ചോദിച്ചു. നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. അപ്പോൾ ആ കുട്ടികളിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. നരേന്ദ്രനോട് മാത്രം ആദ്യമേ ചോദിച്ചില്ല. കാരണം ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്നവനായതുകൊണ്ട് ഏറ്റവും വലിയ ആഗ്രഹം പറയുന്നത് ആരായിരിക്കും? നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരിക്കുമല്ലോ. അതുകൊണ്ട് ഏറ്റവും അവസാനം നരേന്ദ്രനോട് ചോദിക്കാമെന്ന് വെച്ചു. ബാക്കിയുള്ള കുട്ടികളോട് ചോദിച്ചു. ചില കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടർ ആവണം, ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് എഞ്ചിനീയർ ആവണം, ചിലർ പറഞ്ഞു പട്ടാളക്കാരാവണം, ചിലർ പറഞ്ഞു ജഡ്ജി ആവണം. ഇങ്ങനെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു. അവസാനം നരേന്ദ്രനോട് ടീച്ചർ ചോദിച്ചു, വളരുമ്പോൾ ആരാവണം എന്ന് ചോദിച്ചു. ആ സമയത്ത് നരേന്ദ്രൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്കൊരു കുതിരവണ്ടിക്കാരനാവണം. ടീച്ചറിന് ദേഷ്യമായി. കാരണം ഏറ്റവും നല്ലതുപോലെ പഠിക്കുന്ന കുട്ടി അല്ലേ, ഏറ്റവും ടോപ്പായിട്ട് ഇവനാണല്ലോ മാതൃകയായിട്ട് പറയുമെന്ന് ടീച്ചർ പ്രതീക്ഷിച്ചത്. ടീച്ചറുടെ പ്രതീക്ഷ തെറ്റിപ്പോയി. ഇവൻ പറഞ്ഞതെന്താ? എനിക്കൊരു കുതിരവണ്ടിക്കാരൻ ആവണം. ബാക്കി കുട്ടികളെല്ലാം കളിയാക്കി ചിരിച്ചു. ഇത്രയും പഠിക്കുന്നവൻ്റെ ആഗ്രഹം ഇതാണ്. ടീച്ചർ പരിഹസിച്ചു. കൊച്ചു കുട്ടികളാണ്, ടീച്ചറും കൂടെയുള്ളവരും ഒക്കെ പരിഹസിച്ചാൽ അവരുടെ സന്തോഷം മുഴുവൻ പോകും. നേരെ ഈ കുട്ടി കരയാൻ തുടങ്ങി. ടീച്ചർ കരഞ്ഞപ്പോൾ വീണ്ടും വഴക്ക് പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? നീ ഇത്രയും വിഡ്ഢിത്തരമായ ഒരു കാര്യത്തിനാണോ പഠിക്കുന്നതൊക്കെ ചോദിച്ച് ടീച്ചർ ആ കുട്ടിയെ വീണ്ടും കുറ്റപ്പെടുത്തി. അങ്ങനെ ക്ലാസ്സിലിരുന്ന് കരഞ്ഞ് വളരെ വിഷമത്തോടു കൂടി ആ കുട്ടി വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ പ്രതീക്ഷിച്ച് അവരെ വരവേൽക്കാൻ നിൽക്കുന്ന അമ്മമാരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. മനസ്സിലായില്ലേ? അമ്മമാർ ആ കുട്ടികളെ അയക്കുമ്പോഴും അതാണ് ആ കുഞ്ഞും അമ്മയും തമ്മിലൊക്കെ ഒരു മാനസിക ബന്ധം. കുട്ടികൾ സ്കൂളിലേക്ക് പോയി അവർ എത്ര വളർന്നാലും പോകുമ്പോൾ ഇറങ്ങി വെളിയിൽ നിൽക്കും, നോക്കിക്കൊണ്ട് നിൽക്കും. കാര്യം ആ കുഞ്ഞിന് തന്നെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു ധാരണയുണ്ട്. തിരിച്ചു വരുമ്പോഴും ആ കുഞ്ഞിനെ പ്രതീക്ഷിക്കുന്നൊരിതുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമുക്ക് വേറെ പല പ്രതീക്ഷകളുണ്ട്. അതിൻ്റെ ഇടയിൽ കുഞ്ഞ് വന്നാലായി വന്നില്ലേലായി അല്ലേ? ഈ അടുത്ത കാലത്ത് ഒരമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് പോയി. ചെന്നപ്പം അവർ ചോദിച്ചു, കുട്ടി സാധാരണ എത്ര മണിക്കാണ് വരുന്നത്? അവൻ 4-4:15 ആകും വരും. പിന്നെന്താ ഇത്രയും താമസിച്ച് നിങ്ങളെ കുട്ടിയെ അന്വേഷിക്കാൻ? സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. മനസ്സിലായില്ലേ? കുട്ടി വന്നോ വന്നില്ല എന്നുള്ളതല്ല, സമയം പോയത് അറിഞ്ഞില്ല. എന്താ കാരണം? വീട്ടിൽ ഇരുന്ന് TV കണ്ടുകൊണ്ടിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ അമ്മമാരുടെയൊക്കെ എന്താ അങ്ങനെ? കാരണം മനസ്സ് നമുക്കുള്ളവരിലേക്കുള്ള മനസ്സിനെ പോലും നമ്മൾ മാറ്റി അല്ലേ മറ്റു പലതിലേക്കും കൊടുത്തുപോയി. അപ്പം ഇവിടെ ആ കുട്ടി വരുന്നത് കാത്തിരുന്നു. വരുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ആ കുഞ്ഞിൻ്റെ മുഖമൊന്ന് വല്ലാത്ത അവസ്ഥയിലാണ് എന്ന് മനസ്സിലായി. അമ്മ വിളിച്ച് ഉടനെ കാര്യം തിരക്കി. കാരണം കുട്ടി പുറത്തേക്കാണ് പോകുന്നത്. അവൻ സഹകരിക്കുന്ന സ്ഥലത്ത് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് സ്കൂളിലെത്തി പല കൂട്ടുകാരുടെയും സമൂഹത്തിലുമൊക്കെയാണ് അവൻ ഇടപഴകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പം തന്നെ അവനെ കൃത്യമായി മനസ്സിലാക്കി അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ മാറ്റാനും അവനിലേക്ക് നല്ല ചിന്തകളെ നിറയ്ക്കാനുമുള്ളൊരു പ്രാപ്തി ആർക്കുണ്ടാവണം? അമ്മമാർക്ക് ഉണ്ടാവണം.
അപ്പോൾ അതാണ് അമ്മമാരിൽ നിന്നൊക്കെ, അമ്മമാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു തലമല്ല, ഒരു വലിയ തലമാണ്. അപ്പം ആ നിലയിൽ ഈ അമ്മ കാത്തു നിന്നു. അമ്മ കുട്ടി വന്നപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തിനൊരു വല്ലായ്മ. അമ്മ ചോദിച്ചു എന്താ കാര്യം എന്ന് കരുതി. കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടിക്കൊരു സംശയം, അമ്മയും എന്നെ വഴക്ക് പറയോ, എല്ലാവരും വഴക്ക് പറഞ്ഞല്ലോ, അമ്മ ഇങ്ങനെ ഞാൻ കുതിരവണ്ടിക്കാരനാണോ എന്ന്. പക്ഷേ ഈ അമ്മ നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫീസൊക്കെ കൊടുത്ത് വിടുന്ന കുട്ടി കുതിരവണ്ടിക്കാരനാണോ എന്ന് പറഞ്ഞാൽ അല്ലേ, സാറ് വഴക്ക് മാത്രമേ പറഞ്ഞോളൂ, നമ്മൾ കമ്പൊടിച്ച് 4 അടിയും കൂടെ കൊടുക്കും. ഇതിനാന്നോടാ നിന്നെ ഞാൻ വിടുന്നതെന്നൊക്കെ ചോദിച്ച് അല്ലേ ഭയങ്ങാവാ. പിന്നെ നമ്മുടെ സ്ഥാനത്ത് കുഞ്ഞ് ഭയക്കുന്ന രാക്ഷസിയായിട്ട് അമ്മ മാറും. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടല്ല. അമ്മ സാന്ത്വനിപ്പിച്ചു. കാരണം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അവൻ്റെ മനോഭാവത്തിനെ മനസ്സിലാക്കി വേണം അവനെ തിരുത്താൻ. അപ്പോൾ അമ്മ ആശ്വസിപ്പിച്ചു. അതിനെന്താ മോൻ അങ്ങനെ പറഞ്ഞാൽ എന്താ, മോൻ്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു അമ്മ ആശ്വസിപ്പിച്ചു. കൊണ്ടുവന്ന് ആഹാരമൊക്കെ കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് നാമം ജപിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് അമ്മയോടൊപ്പം മകനെയും അടുത്ത് വിളിച്ചിരുന്ന് നാമം ജപിക്കാതിരുന്നപ്പോൾ കുട്ടി വീണ്ടും ഏങ്ങലടിക്കാൻ തുടങ്ങി. അപ്പോൾ അമ്മ ചോദിച്ചു, മോൻ എന്തിനാ ഇപ്പോഴും? അല്ലമ്മേ, ഞാനത് പറഞ്ഞത് തെറ്റായി പോയോ എന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി വീണ്ടും കരയുമ്പോൾ അമ്മ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചിട്ട് പറയും, മോൻ എന്തിനാ കരയുന്നത്? മോൻ ആ ചിത്രത്തിലേക്ക് നോക്കൂ, അതിലൊരു കുതിരവണ്ടിക്കാരനില്ലേ? പൂജാമുറിയിലിരിക്കുന്ന കുതിരവണ്ടിക്കാരൻ ആരാ? പൂജാമുറിയിരിക്കുന്ന കുതിരവണ്ടിക്കാരൻ ആരാ? ശ്രീകൃഷ്ണ ഭഗവാനാണ് അല്ലേ? കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ അർജുനന് വേണ്ടി തേര് തെളിയിക്കുന്ന ഭഗവാനെ കാട്ടിക്കൊടുത്തിട്ട് അമ്മ പറഞ്ഞു, എൻ്റെ മോനും വളർന്നു വരുമ്പോൾ നല്ലൊരു കുതിരവണ്ടിക്കാരനാവണം. എങ്ങനെയുള്ള കുതിരവണ്ടിക്കാരൻ? ശ്രീകൃഷ്ണനെ പോലെ ഒരു കുതിരവണ്ടിക്കാരനാവണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലെ ആ കുതിരവണ്ടിക്കാരെന്നുള്ള സങ്കല്പം ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ട് തുടങ്ങിയതല്ല. എന്തുകൊണ്ടാണ് ഇവൻ ആദ്യമേ ഇത് ആവണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന കുതിരവണ്ടിക്കകത്താണ്. മനസ്സിലായില്ലേ? വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന അന്നത്തെ കണക്കുള്ള ബസ് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കുതിരവണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ കുതിരവണ്ടിക്കാരൻ ഈ കൽക്കട്ടയിലെ തിരക്ക് പിടിച്ച തെരുവിലൂടെ ആ കുതിരയെ ഇങ്ങനെ ഓട്ടിച്ചുകൊണ്ട് പോകുന്ന രസകരമായ വണ്ടി ഓട്ടിക്കുന്ന ആ വണ്ടിയുടെ റൈഡിങ് കണ്ടിട്ട് കുട്ടിക്കൊരാഗ്രഹമാണ്. അവൻ ആഗ്രഹിച്ച ആ കുതിരവണ്ടിക്കാരനാവണത്. പക്ഷേ അമ്മ അവിടെ നിന്ന് അവൻ്റെ മനസ്സിനെ ഇളക്കി ഏതിൽ കൊണ്ടുവന്നു? ഭഗവാനിലേക്ക് എത്തിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് തന്മയത്വമുള്ള അമ്മമാർ. അപ്പോൾ അവൻ്റെ മനസ്സിലുള്ള വാസനയെ കൂടുതൽ ശ്രേഷ്ഠമാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു? മനസ്സിലായോ? അമ്മയ്ക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെയാവണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാനസിക പരിവർത്തനം നടത്തേണ്ടത്. അല്ലാതെ കമ്പെടുത്ത് കലിതുള്ളി ബഹളം വെച്ച്, മനസ്സിലായില്ലേ, വെടിക്കെട്ട് നടത്തി ഭയപ്പെടുത്തി അവസാനം സംഭവിക്കുന്നത് എന്താ? അമ്മ ജീവിതത്തിൽ എന്ത് പറഞ്ഞാലും കേൾക്കാത്ത അവസ്ഥ കുഞ്ഞുങ്ങളും എത്തും അല്ലേ? കുഞ്ഞുങ്ങൾ നന്നാവില്ല എന്ന അമ്മയുടെ വായിൽ നിന്ന് അവസാനം അമ്മ പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതൊക്കെ ഒഴിവാക്കപ്പെടണം. വളരെ നല്ല മാനസികമായ ഈടുറ്റ ബന്ധമാണ് നമ്മുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കേണ്ടത്. ശരി, അപ്പോൾ ഇവിടെ വാസനകളെക്കുറിച്ച് പറഞ്ഞു. അപ്പം നമുക്ക് അത്തരത്തിൽ ഭഗവാനിലേക്ക് പോകുന്നതിലും ഭക്തന് പ്രധാനമായും 2 തരം വാസനകൾ ഉണ്ടാവണം. നമുക്കൊക്കെ ഈ ഭക്തി എന്തിനാണ്? നമ്മുടെ ചില മോഹങ്ങൾ നടക്കാനാണോ അതോ ഈശ്വരനെ നേടാനാണോ? ഇപ്പം നമ്മുടെ നിൽക്കുന്ന ലെവൽ നോക്കണ്ട. യഥാർത്ഥത്തിൽ ഭക്തി എന്തിനാണ്? മോഹങ്ങൾ നടക്കാനാണോ ഈശ്വരനെ നേടാനാണോ? ഈശ്വരനെ നേടാനാണ്. മനസ്സിലായില്ലേ? 4 മാർഗങ്ങളാണ് ഉള്ളത് ഭഗവാനെ നേടാൻ. ഏതൊക്കെയാ? 4 മാർഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് ഭഗവാനെ നേടാനുള്ള 4 മാർഗങ്ങൾ? നമ്മളാരും ഇന്നുവരെ അന്വേഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഭഗവാനെ നേടുക എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമല്ല ആണോ? ആണെങ്കിൽ അന്വേഷിക്കുമല്ലോ. ആവശ്യക്കാരാണെങ്കിൽ അന്വേഷണം നടത്തും. നമുക്കാകെ വന്ന് ഭഗവാനെ എനിക്കത് കിട്ടണേ ഇത് കിട്ടണേ എന്നുള്ള മോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകണ്ടേ? മോഹം മാത്രം മതി അതോ ഈശ്വരനെ നേടണ്ടേ? നമ്മളൊന്ന് ഉച്ചയ്ക്ക് പറഞ്ഞു, മോഹങ്ങളോടുള്ള ഭക്തി തന്നെ മലിനഭക്തിയാണ്. ശുദ്ധമായ ഭക്തിയിലേക്ക് എത്തണ്ടേ? മോഹങ്ങളില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയിലെ മാത്രമാണ് ഭഗവാനെ നേടുന്നത്. ഭഗവാനെ നേടാനാണ് ഈ ജന്മം. ഈ മനുഷ്യജന്മം എപ്പോഴാണോ പൂർണ്ണമാകുന്നതെന്ന് വെച്ചാൽ ഇനിയൊരു ജനിമരണങ്ങളില്ലാതെ. നമ്മൾ പറയാറില്ലേ, ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിക്കത്തതുമില്ല. ഉണ്ടോ? ആ അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം ഉയരണം. ആ അവസ്ഥ നമ്മൾ പ്രാപ്തമാവണം, നേടിയെടുക്കണം. അപ്പോൾ ജനിമരണങ്ങളിൽ ഇനി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണമെങ്കിൽ അതിലേക്ക് പോകാൻ 4 മാർഗങ്ങളാണുള്ളത്. അതായത് ജ്ഞാനയോഗം, രാജയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. കേട്ടിട്ടുണ്ടോ? ജ്ഞാനയോഗം ഒന്ന് പറഞ്ഞു നോക്കേ. മറക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാൻ വീണ്ടും. ജ്ഞാനയോഗം,
രാജയോഗം, ജ്ഞാനം, രാജം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാൽ കർമ്മം, മൂന്നാമത്തത് കർമ്മയോഗം. ഒന്നാമത്തേതായിരുന്നു ജ്ഞാനയോഗം, രണ്ടാമത്തതോ രാജയോഗം, മൂന്നാമത്തത് കർമ്മയോഗം. അപ്പോൾ നാലാമത്തത് ഏതായിരിക്കും? ഭക്തിയോഗം. മനസ്സിലായില്ലേ? 4 മാർഗങ്ങളുള്ളത്, നാലാമത്തത് ഭക്തിയോഗം. അപ്പോൾ ഈ 4 മാർഗങ്ങളാണ് നമുക്കുള്ളത്. ഇത് എളുപ്പം ഓർത്തിരിക്കാനൊരു എളുപ്പ വഴിയുണ്ട്. നമ്മുടെയൊക്കെ ഈശ്വര സ്വരൂപങ്ങൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഓരോ അറിവിനെ പ്രതിദാനം ചെയ്യുന്ന പ്രതീകമാണ് ഈശ്വരൻ്റെ രൂപങ്ങളെന്ന് പറഞ്ഞു. നമ്മളീ പുറമേ കാണുന്ന രൂപത്തിലൊന്നുമല്ല യഥാർത്ഥ ഭഗവാന്റെ രൂപം. ആ ഭഗവാന്റെ രൂപത്തെ നമ്മളിങ്ങനെയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന ചില തത്വങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. സ്ഥിതിയുടെ ദേവൻ ആരാണ്? നമുക്ക് 3 പ്രധാന ദേവസങ്കല്പമുണ്ടല്ലോ: സൃഷ്ടി, സ്ഥിതി, സംഹാരം. അപ്പോൾ അതിൽ സ്ഥിതിയുടെ ദേവൻ ആരാ? വിഷ്ണുവാണ് അല്ലേ? അപ്പോൾ സൃഷ്ടിയുടേതോ ബ്രഹ്മാവാണ്, സംഹാരത്തിൻ്റേത് ശിവനാണ്. അപ്പോൾ നമുക്കത് ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കറിയാം. അതിൽ സ്ഥിതിയുടെ ദേവനാണല്ലോ ജന്മം കഴിഞ്ഞാൽ ഈ സംഹാരം വരെയുള്ള സമയത്ത് നിലനിർത്തേണ്ടതാരാ? സഞ്ചരിപ്പിക്കുന്നത് വിഷ്ണുവാണ് അല്ലേ? ഇടയ്ക്കുള്ള ഭാഗം മുഴുവൻ നമ്മളിപ്പം നിലക്കുന്നത് ആരിലൂടെയാണ്? വിഷ്ണുവിലൂടെയാണ്. സൃഷ്ടി ബ്രഹ്മാവിലൂടെ കഴിഞ്ഞു, നമ്മളിപ്പോൾ സ്ഥിതിയിലാണല്ലോ. ഈ സ്ഥിതിയിൽ നിന്ന് സംഹാരത്തിനിടയിലുള്ള കാലം മുഴുവൻ വിഷ്ണുവിൻ്റെ കരങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സമയത്താണ് നമ്മൾ ഭഗവാനെ നേടാനുള്ള മാർഗത്തിലേക്കും എത്തേണ്ടത്. ഇവിടെ വിഷ്ണുവിൻ്റെ രൂപത്തെ ഒന്ന് സങ്കല്പിച്ച്, വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മനസ്സിൽ നമ്മുടെ പൂർവികർ ചർച്ച ചെയ്തു തന്ന രൂപം. അതിനകത്ത് 4 കരങ്ങളുണ്ട് ഭഗവാനില്ലേ? ഉണ്ടോ? എന്തിനാണ് ഈ 4 കരങ്ങൾ ഭഗവാൻ വെച്ചിരിക്കുന്നത്? 4 കൈയോടുകൂടി ഒരാൾ ജീവിച്ചിരിക്കാൻ പറ്റുമോ? നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലും? ഉണ്ടോ? ഉണ്ടോ? ചിത്രത്തിലല്ല, അത് ജീവനോടുള്ളതിന് തെളിവല്ലല്ലോ. നാളെ ഇപ്പോൾ 16 കയ്യും വേണമെങ്കിൽ വരച്ചു വെക്കാമല്ലോ. വരയ്ക്കുന്നവർക്ക് എന്താ പാട്? നമ്മൾ 4 കരങ്ങളോട് കൂടിയിട്ടാണ്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഒരു തോന്നലൊരു, അപ്പോൾ ഇത് അന്ധവിശ്വാസമല്ലേ? അല്ല, ഇതിനൊരു തലമുണ്ട്. കാരണം ഇവിടെ ഈ കരങ്ങളെന്നൊക്കെ പറയുന്നത് ചില ഗുണങ്ങളെ പ്രതിദാനം ചെയ്യാനാണ്, ചില സൂചനകളെ അറിയിക്കാനാണ്, നമ്മളെ ചില തത്വത്തെ ബോധിപ്പിക്കാനാണ്. കരങ്ങൾ എന്തിനാണ്? പിടിച്ചു കയറ്റാനാണ് അല്ലേ? കരങ്ങളെപ്പോഴും എന്തിനാണ്? കവചമാണ്, പിടിച്ചു നടത്താനും കയറ്റാനുമാണ്. ഇവിടെ ഭഗവാന്റെ 4 കരങ്ങളെന്ന് പറയുന്നത്, അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഈ ചതുർമാർഗങ്ങളാണ്. മനസ്സിലായില്ലേ? മുമ്പേ പറഞ്ഞ ഈ ഭഗവാനെ നേടാനുള്ള 4 യോഗമാർഗങ്ങളാണ് 4 കരങ്ങൾ. അപ്പോൾ ചോദിക്കുന്നത് വിഷ്ണുവിന് മാത്രമല്ല, എല്ലാ ദേവന്മാർക്കും ഇങ്ങനെയാണ്. ഈ ഓരോ ദേവന്മാരിലും കൊടുത്തിരിക്കുന്ന ഓരോ രൂപതത്വങ്ങളും ആ ദേവതയുടെ തത്വത്തെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആ തത്വത്തെ പഠിക്കുമ്പോഴാണ് നമ്മൾ ആ ദേവതയെ സ്വീകരിക്കുന്നവരായി മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദേവതാനുഷ്ഠാനത്തിൽ നമ്മൾ ആ ദേവതയെ സ്വീകരിക്കുക, ഇഷ്ടദേവതയായിട്ട് സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ആ ദേവതയുടെ തത്വത്തെ പഠിക്കണം. ആ തത്വത്തെ അറിഞ്ഞ് ആ തത്വത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സാംശീകരിക്കുമ്പോഴാണ് നമ്മൾ ആ ദേവതയെ സ്വീകരിക്കുന്നത്. അല്ലാതെ അമ്പലത്തിന് മുമ്പിൽ പോയി തൊഴുതാൽ മാത്രം ദേവതയെ സ്വീകരിക്കുന്നവരായി മാറില്ല. ആ തത്വത്തെ സ്വീകരിക്കണം. അതായത് പാഠപുസ്തകം തുറന്നു വെച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞ് പാഠപുസ്തകത്തിലുള്ളത് മുഴുവൻ ബ്രെയിനിൽ വരുമോ? അത് പഠിച്ച് സ്വന്തമാക്കണം. അപ്പോഴല്ലേ ആ പുസ്തകം നമ്മൾ നേടുന്നവരാവുന്നത്. ആണോ അല്ലയോ? മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പുസ്തകം മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോയി വിഗ്രഹത്തെ നോക്കുന്നത്. അതിനുള്ളിലുള്ള ആശയത്തെ നമ്മുടെ ബ്രെയിനിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാൽ മാത്രമേ, പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? നമ്മൾ പാഠപുസ്തകമുണ്ട്, അതിനകത്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടോ? ഉണ്ടോ? അതെവിടെ വരണം? നമ്മുടെ അറിവായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. വേണ്ടേ? ശരിയല്ലേ? ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അത് അറിവായിട്ട് വരണ്ടേ? അതുപോലെ ആ ദേവതാരൂപങ്ങളാകുന്ന ഗ്രന്ഥങ്ങളെ, അതിനുള്ളിലുള്ള ആശയങ്ങളെ നമ്മൾ പകർന്നെടുക്കണം. അതിനാണ് ആരാധനയിൽ, ഭക്തിയിൽ നമ്മൾ ഉയരേണ്ടത്. അപ്പോൾ ഓരോ ദേവതമാർക്കും ഇങ്ങനെയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓരോ ദേവതമാരും നമ്മളൊക്കെ ചിന്തിക്കണം, എല്ലാ ദേവന്മാരുടെയും രൂപം ഒരുപോലെയാണോ? അനുഷ്ഠാനം ഒരുപോലെയാണോ? നമ്മൾ ചിലപ്പോൾ സാധാരണഗതി ചിന്തിക്കുന്ന ചില ആചാരങ്ങൾക്ക് വ്യത്യസ്തമായതുണ്ട്. അപ്പം അതിനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് വേണ്ട, ഉത്തരവൊന്നും ഇപ്പം പൂർണ്ണമായിട്ട് വിശദീകരിക്കില്ല, പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് വിശദീകരിക്കാം. നമ്മളൊക്കെ ഒരു മരണ വീട്ടിൽ പോയാൽ കുളിക്കാതെ അമ്പലത്തിൽ പോവുമോ? വീട്ടിൽ കയറുമോ? ഇല്ല. നമ്മളിതൊക്കെ ചെയ്തിട്ടാണ് കയറുന്നത് അല്ലേ? ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാതെ വീട്ടിൽ കയറില്ല, ഇതൊക്കെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ,
ചോദിക്കാവോ? അനുവാദം ഉണ്ടെങ്കിലേ ചോദിക്കുന്നുള്ളൂ. ഉത്തരവ് നിങ്ങൾ തരണം, അനുവാദം തന്നവർ. അങ്ങനെയാണെങ്കിൽ ചുടല ഭസ്മം പൂശിയ ശിവൻ എങ്ങനെ അമ്പലത്തിനകത്തിരിക്കുന്നത്? ചോദ്യം മനസ്സിലായോ? ചുടല ഭസ്മം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ കത്തിച്ച ഭസ്മമാണ്. അത് പൂശിയ ശിവൻ എങ്ങനെ അമ്പലത്തിനകത്തിരിക്കുന്നത്? നമ്മൾ പറയും മരിച്ചു കഴിഞ്ഞാൽ ഇല്ലേ കുളിക്കാതെ അമ്പലത്തിൽ പോരില്ല, അതാണ്. അപ്പം നാളെ തൊട്ട് ഇതൊന്നും വേണ്ടാന്നല്ല പറഞ്ഞു, വേണം. പക്ഷേ ഇതിന് മറ്റ് ചില ആശയങ്ങളുണ്ട്, ചില തത്വങ്ങളുണ്ട്. അങ്ങനെ ഓരോ ദേവതകളും. ഇപ്പോൾ പ്രഥമ ദേവനായിട്ട് നമ്മൾ പൂജിക്കുന്ന ഗണപതിയാണ് അല്ലേ. ആനയുടെ തലയും മനുഷ്യൻ്റെ ശരീരവുമായിട്ട് ആണല്ലേ സങ്കല്പിക്കുന്നത് അല്ലേ. നമ്മൾ ഈ ആധുനിക ലോകത്ത് ജീവിക്കുമ്പോൾ ആധുനിക ശാസ്ത്രപരമായി തന്നെ ചിന്തിച്ചാൽ അങ്ങനെ ഒരു രൂപം യഥാർത്ഥത്തിൽ ജീവിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പ്രയാസമല്ലേ അല്ലേ? അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു രൂപം? ഇതിനൊക്കെ ചില തത്വങ്ങളെ നമ്മളെ ബോധിപ്പിക്കാനാണ് നമ്മൾ മനസ്സിലാക്കുക. ശരി, ഇവിടെ നമുക്കിതിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ 4 യോഗമാർഗ്ഗങ്ങളുണ്ട്. ഞാൻ എന്തിനാ ചില ചോദ്യം ചോദിച്ചിട്ട് വെച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ അന്വേഷിക്കാൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവതാ സങ്കല്പങ്ങളിലും നമ്മുടെ ഈശ്വരാരാധനയിലും ഉള്ളപ്പോൾ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ജിജ്ഞാസ ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. അന്വേഷണത്തിൽ നിന്നാണ് അറിവുണ്ടാവുന്നത്, ജിജ്ഞാസ ഉണ്ടാവണം. അപ്പം നമുക്ക് ആ ജിജ്ഞാസയിൽ നിന്ന് അറിവ് നേടാൻ സാധിക്കണം. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ മുമ്പിൽ പോകുന്നവർ കാണിക്കുന്നതെല്ലാം കണ്ട് അതേ കണക്ക് പുറകിൽ പോകുന്നതല്ല ഭക്തി. ഇപ്പം നമ്മുടെ ഭക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ മുമ്പിൽ പോകുന്നവർ എന്തൊക്കെ കാണിക്കുന്നോ, പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ലേ? മുമ്പിൽ പോകുന്നവർ എന്തൊക്കെ കാണിക്കുന്നോ അതെല്ലാം പുറകിൽ വരുന്നവർ എന്ത് ചെയ്യും? കണ്ട് കാണിച്ചുകൊണ്ടു. ഇത് അനുകരണമാണ്, അനുകരണമല്ല ഭക്തി. ഭക്തി ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാവും. അവനവൻ്റെ അറിവിൻ്റെ തലത്തിലാണ് ഭക്തി. അറിവുള്ള ഒരാളും അറിവില്ലാത്ത ഒരാളും തമ്മിൽ ഭക്തി അല്ലെങ്കിൽ ഭഗവാനെ ഭജിക്കുന്ന ഒരേ കണക്കായിരിക്കുമോ? വ്യത്യാസം ഉണ്ടാവും, മനോഭാവത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മളെങ്ങനെയാ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് ഒരു അമ്പലത്തിൽ പോകുന്നത്, നമുക്ക് മുമ്പിൽ ഒരാൾ നടന്നുപോയി, അയാൾക്ക് അവിടെ വന്നപ്പോൾ പെട്ടെന്നൊരു തലയുറ്റൽ പോലെ വന്നു. അയാൾ നിലത്തേക്ക് മറിയാൻ നേരത്തെ കൈയൊന്ന് കുത്തിയിട്ട് ഭഗവാനേ എന്നും പറഞ്ഞിട്ട് അയാൾ വീണില്ലല്ലോ എന്നും പറഞ്ഞ് തൊഴുതിട്ട് അയാൾ അങ്ങ് നടന്നുപോയി. പുറകിൽ പോകുന്ന നമ്മൾക്ക് തലയുറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവിടെ ഒന്നും മറിയും. എന്നിട്ട് നമ്മളും അതേണക്ക് തൊട്ട് എഴുതിട്ട് പോകും. നമ്മുടെ പുറകെ വരുന്നവനും അതേണക്ക് കാണിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ആ നാട്ടിൽ ആചാരമായിട്ട് ഏത് മാറി? മനസ്സിലായില്ലേ? ഇന്നടുത്ത് വരുമ്പം ഒന്ന് തൊഴുതേക്കണം. നമുക്ക് ഇങ്ങനെ ചില രീതികളുണ്ട്. നമ്മൾ ഈ ശബരിമലയിലൊക്കെ പോകുമ്പം കാണാം, പോകുന്ന വഴിക്ക് ആരെങ്കിലും എവിടെയെങ്കിലും ഒരു തേങ്ങ ഉടച്ചേക്കും. പിന്നെ പുറകെ വരുന്നവരാരെങ്കിലുമൊക്കെ ആ ഭാഗത്തും കൂടെ, പിന്നെ അവിടെ കുറേ തേങ്ങയാണ്. മനസ്സിലായില്ലേ? ഇതിങ്ങനെ നമ്മൾ അങ്ങനെ അഡിക്റ്റ് ആവരുത്. നമ്മൾ നമ്മുടെ ബുദ്ധിയെ ഉപയോഗിച്ച്, നമ്മുടെ യുക്തിയെ ഉപയോഗിച്ച്, നമുക്ക് ഈശ്വരൻ ആവശ്യത്തിന് ബുദ്ധി തന്നിട്ടുണ്ടല്ലേ? ഉണ്ടോ ഇല്ലയോ? അല്ലാതെ ആരെങ്കിലും പറയുന്നത് കണ്ണടച്ച് കേട്ടു പോകേണ്ടവരല്ല നമ്മൾ. നമ്മുടെ ബുദ്ധിയെ ഉണർത്തണം. സ്വീകരിക്കുമ്പോൾ ഓരോ ദേവതകളെയും സ്വീകരിക്കുമ്പോൾ ആ ദേവതകളുടെ തത്വം നമ്മുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന നോളജായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞൊരാശയം? നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ സാധിക്കുന്ന അറിവിനെ പകരുന്നതാവണം നമ്മുടെ വിശ്വാസങ്ങൾ. അല്ലെങ്കിൽ നമ്മളെ വിശ്വാസം കൊണ്ട് ബലമുണ്ടോ? ഉണ്ടോ? നമുക്ക് വികസിക്കാൻ സാധിക്കണം. ഭക്തി ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ഘടകമാണ്. ഒരു മനുഷ്യനെ അവൻ്റെ പൂർണ്ണമായ തലത്തിലേക്ക് അവനെ വികസിപ്പിക്കാൻ സാധിക്കും. ആ ഭക്തിയെക്കുറിച്ച് പഠിക്കുക എന്നത് വളരെ പരമപ്രധാനമാണ്. ഇന്ന് അങ്ങനെയുള്ള പഠനങ്ങളില്ല എന്നതാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. നമ്മൾ ഓരോ രക്ഷകർത്താക്കളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുമ്പോൾ നമ്മുടെ ധാർമ്മികമായ ജീവിത മൂല്യങ്ങളുടെ വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതില്ലാതെ വരുമ്പോഴാണ് നമ്മളെ കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള ദുശീലങ്ങൾക്കും പലതരത്തിലുള്ള തെറ്റായ കൂട്ടുകെട്ടിനും വശംവദരായി ജീവിതത്തിൽ തിരിച്ചു വരാൻ പോലും പറ്റാത്ത അപകടകരമായ സ്വഭാവ വൈകൃതങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണോ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്ന് ആ ജീവിക്കുന്ന സമയത്ത് അവനെ പരിരക്ഷിക്കാൻ സ്വയമുള്ള അവനൊരു പരിചയപോലെ അവനൊന്നും ഒരു കേടുപാടുകൾ അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരാൻ പറ്റാത്ത തരത്തിലുള്ളൊരു കവചം, ജീവിത മൂല്യങ്ങൾ കൊണ്ടുള്ളൊരു കവചം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഈ താമരയുടെ ഇല വെള്ളത്തിൽ കിടക്കുന്ന കണ്ടിട്ടില്ലേ? താമരയുടെ ഇല വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും. ആ വെള്ളത്തിൽ കിടക്കുന്ന താമര ഇല അഴുകാറില്ല. ഉണ്ടോ? ഉണ്ടോ? അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞാലേ അത് വാടി മാറത്തുള്ളൂ. അതുവരെ അല്ലാതെ നമ്മൾ സാധാരണ ഒരു ഇലയിട്ട രണ്ടാമത്തെ ദിവസം അത് അഴുകി തുടങ്ങും. പക്ഷെ താമര ഇല ഇങ്ങനെ നടക്കുക. എന്താ കാരണം? ഈ താമര ഇലയ്ക്ക് ഒരു പ്രത്യേക ഒരു കോട്ടിംഗ് ഉണ്ട്.
അതിനുള്ളിൽ വെള്ളം വീണാൽ അത് ആ വെള്ളം ആ ഇലയെ നനയ്ക്കത്തില്ല. അതുകൊണ്ടാണ് ഈ താമര ഇലയ്ക്കകത്ത് വെള്ളം കിടന്നാൽ ഇങ്ങനെ എല്ലാം മണികൾ കിടന്ന് ഉരുളുന്ന കണക്ക് ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും. അപ്പം ഇതുപോലെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ കുഞ്ഞിനും ജീവിതത്തിനൊരു കവചമുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? ആ കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് ഇന്ന് നമ്മൾ നോക്കിയാൽ ചുറ്റുവട്ടം ജീവിക്കുന്ന സമൂഹത്തിൽ നിരവധി ആൾക്കാർ ഏറ്റവും കൂടുതൽ തെറ്റായ ശീലങ്ങളെ പകരുന്നവരാണ്. ശരിയല്ലേ? ആണോ അല്ലയോ? പലതരത്തിലുള്ള സ്വഭാവം. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ മനസ്സ് വിഷമിച്ച് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മുഖത്തൊരു വാട്ടം വന്ന് കൂട്ടുകാർ ചോദിക്കുക എന്താ പറ്റി, അത് അമ്മ വഴക്ക് പറഞ്ഞു. പോഴാൻ പറയടാ നിൻ്റെ അമ്മയെടുത്ത്, പിന്നെ നിനക്ക് മാത്രമേ ഉള്ളൂ അമ്മ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും. ഈ പറച്ചിൽ മാത്രം പോരെ ആ കുഞ്ഞ് അമ്മയിൽ നിന്ന് അകലാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഓരോ സ്വഭാവ വൈകൃതങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് വന്നു ചേരുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ മൂല്യങ്ങൾ അവർക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ കവചം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അതിനാണ് നമ്മൾ ആധ്യാത്മിക പഠനം. അല്ലാതെ ആധ്യാത്മിക പഠനം സന്യാസിയെ സൃഷ്ടിക്കാനൊന്നുമല്ല. നമ്മളെയൊക്കെ പേടിയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ച് കുഞ്ഞുങ്ങളങ്ങ് സന്യാസിയായി പോന്നോ? ഇല്ല. സന്യാസിയൊക്കെ ആണെങ്കിൽ അതിനുള്ള യോഗ്യത, ആ ഒരു തലം അർഹത ഉണ്ടെങ്കിൽ മാത്രമേ ആവുള്ളൂ. മനസ്സിലായില്ലേ? ജീവിക്കാൻ ആവശ്യമായ അറിവാണ് നമ്മുടെ പുരാണങ്ങൾ. നമ്മുടെ പുരാണങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പരമമായ അറിവാണ്. ഒരു വ്യക്തിയുടെ പൂർണ്ണ വികാസത്തിൻ്റെ തലത്തിലേക്ക് അവർക്ക് എത്താനുള്ള ആ ശ്രേഷ്ഠമായ അറിവാണ്. ഈ അറിവിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ ആലോചിക്കും. നമ്മളൊക്കെ വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ പ്രതിമ മേടിച്ച് വെച്ച് പൂജിക്കും, വലിയ ചിത്രങ്ങൾ വെച്ച് പൂജിക്കും. ഇന്ന് വരെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതത്തിൻ്റെ തത്വത്തെ പറയുന്ന ഭാഗവതം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? സാധ്യത കുറവാണ്. അതിനൊരു ഉദാഹരണം പറയും, ഇതൊന്നും ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവില്ലല്ലോ. അത് തുടക്കത്തിലേ ഉള്ളൂ. പലതവണ വായിച്ചാൽ മനസ്സിലാവാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഉണ്ടോ? ആവർത്തിച്ച് പരിശ്രമിച്ചാൽ എന്തിനേയും നേടാൻ പറ്റും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമെങ്കിലും അറിയുന്ന ആൾക്കാർ ജീവിക്കുന്ന എത്ര വീടുകളുണ്ട്? 700 ശ്ലോകമുണ്ട്. അവിടെ നമ്മൾ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച് പൂജിക്കുന്നതിനേക്കാൾ പുണ്യമാണ് ഭഗവാന്റെ തത്വത്തെ അറിയുന്നത്. ഞാൻ പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? ഈശ്വരനെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ തലത്തിലും കൂടെ വേണം. ആ അറിവിൻ്റെ തലത്തിൽ ഉൾക്കൊള്ളുന്നതിന് പ്രേരണയ്ക്കാണ് നമ്മൾ വിഗ്രഹവും ചിത്രങ്ങളും ഒക്കെ വെക്കുന്നത്. മനസ്സിലായില്ലേ? ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ വിഗ്രഹം ഒരു പ്രേരണയ്ക്കാണ്. ആ ഭഗവാന്റെ തത്വത്തെക്കുറിച്ച് അറിയാൻ, ആ ഭഗവാന്റെ ജ്ഞാനത്തെക്കുറിച്ച് അറിയാനുള്ള ഒരു പ്രേരണയാണ്. ആ ജ്ഞാനത്തെ അറിയുന്ന പ്രേരണാദായകമായ രീതിയിൽ ആ ഭഗവാന്റെ രൂപത്തെ സ്വീകരിച്ച് ആ അറിവിനെ സ്വീകരിക്കണം. ഇതൊന്നും കേവലം നമ്മുടെ ജീവിതത്തിന് ആവശ്യമില്ലാത്തതല്ല. ഇപ്പം നമ്മുടെ ഈ ബഹിരാകാശ യാത്രയ്ക്ക് പോയ സുനിത വില്യംസ്, അവർ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു. അവർ ആ പോയ സമയത്ത് അവരെ കയ്യിൽ കരുതിയിരുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. ബഹിരാകാശത്ത് പോയ വ്യക്തിയാണ്. ആകെ 7 ദിവസം എന്ന് പറഞ്ഞ് പോയിട്ട് 9 മാസം ജീവിക്കേണ്ടി വന്നു. എത്ര പ്രതിസന്ധിയാണ് അല്ലേ? നമ്മളണക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനോ ഒരു വിഷമം വന്നാൽ ഫോൺ വിളിച്ചാൽ അടുത്തുനിന്നൊരുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ വല്ല ആൾക്കാരുള്ള സ്ഥലമാണോ? നമ്മളെ വീട് തുറന്നിറങ്ങി അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിക്കാമെന്നും പറഞ്ഞ് തുറന്നിറങ്ങാൻ പറ്റുമോ? ആലോചിച്ചൊക്കെ എത്രയും മനുഷ്യരൊരു പേടകത്തിനുള്ളിൽ 9 മാസക്കാലം അതിജീവിക്കുമ്പോൾ അവർ പറഞ്ഞത്, എനിക്ക് പ്രേരണയായി കരുത്തായി എന്നെ നയിച്ചത് ഗണപതിയുടെ വിഗ്രഹവും അതിനോടൊപ്പം ഭഗവത്ഗീതയുമായിരുന്നു. മനസ്സിന് ബലം കൊടുത്തത് ഭഗവത്ഗീതയായിരുന്നു. ഈ മനോബലം കൊടുത്ത ഭഗവത്ഗീത നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നമ്മളിൽ എത്ര അമ്മമാർ പരിശ്രമിക്കാറുണ്ട്. എന്നിട്ട് അവസാനം വന്ന് പറയും, ദൈവമേ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലിസ്ഥലത്തോട്ട് എൻ്റെ കുഞ്ഞിനെ ഒന്നിനും കൊള്ളത്തില്ല, അവനാണെങ്കിൽ അങ്ങ് മടിയനാ, അലസനാ. എന്താ കാരണം? നമ്മളങ്ങനെ ആക്കിയെടുത്തതാണ്. ഏറ്റവും വലിയ മനോബലം, മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ലക്ഷ്യബോധം, ഏറ്റവും നല്ല നിശ്ചയദാർഢ്യം, ഒരു വ്യക്തിയിലുള്ള സർവ്വഗുണത്തെയും വികസിപ്പിക്കാൻ സാധിക്കുന്ന അമൂല്യമായ അറിവാണ് എന്നൊക്കെ നമ്മളത് തിരിച്ചറിയണം. ശരി, ഇവിടെ പറഞ്ഞു വന്നത് വിഷയം ചതുർയോഗങ്ങളാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപത്തെക്കുറിച്ചിട്ടുമാണ് പറഞ്ഞത്. ഭഗവാന്റെ ആ 4 കരങ്ങളെന്ന് പറയുമ്പോൾ ഒരു കരത്തിൽ ഇരിക്കുന്നത് സുദർശന ചക്രമാണ് അല്ലേ? ഒരു കരത്തിൽ ശംഖാണ്, ഒരെണ്ണത്തിൽ ഗദയാണ്, ഒരെണ്ണത്തിൽ താമരയാണ്. ശരിയല്ലേ? ചതുർഭുജങ്ങൾ, ശംഖ് ചക്ര ഗദാ പത്മം, ഇങ്ങനെയല്ലേ പറഞ്ഞത്? ശംഖ് ചക്രം ഗദ പത്മധാരിയാണ്. എന്തിനാണ് ഭഗവാൻ ഈ 4 വസ്തുക്കളെ ധരിച്ചിരിക്കുന്നത്? ഈ 4 തത്വങ്ങളെ നമ്മളെ ബോധിപ്പിക്കാനാണ്. ഇവിടെ ചക്രം എന്നത് അതിനൊരു പേരുണ്ട്. എന്താ? സുദർശനം. ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, മൊനയുള്ളതാണ് അല്ലേ? മുറിക്കാൻ സാധിക്കും. എന്തിനെ മുറിക്കുന്നതാണ്?
ഇവിടെ സുദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. സു എന്ന് പറഞ്ഞാൽ നല്ലത്, ദർശനം ജ്ഞാനം. നല്ല ജ്ഞാനമാണ് കയ്യിലിരുന്ന് കറങ്ങുന്ന ചക്രം, മനസ്സിലായി, അറിവാണ്. അപ്പോൾ അറിവ് കൊണ്ട് എന്തിനെയാണ് മുറിക്കുന്നത്? അറിവ് കൊണ്ട് ലോകത്തൊന്നിനെയും മുറിക്കാൻ പറ്റും. എന്തിനെയാണ്? അജ്ഞാനത്തെയാണ്. അപ്പോൾ അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തെ പകരുന്നതാണ് ജ്ഞാനയോഗത്തിൻ്റെ പ്രതീകമാണ് സുദർശനം. അത് അസുരന്മാരെയൊക്കെ വധിച്ചു എന്ന് പറഞ്ഞാൽ അവർ അജ്ഞാനികളായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അജ്ഞാനത്തെ, പിന്നെയോ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? അറിവ് ഒരിക്കലും നിലയ്ക്കുന്നതല്ല. മനസ്സിലാവുന്നുണ്ടോ? അറിവ് ഒരിക്കലും എന്ത് ചെയ്യില്ല? നിലയ്ക്കില്ല. അറിവ് എപ്പോഴും ചലനാത്മകമാണ്. അതിന് മൊന കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞാനത്തെ എത്ര കാഠിന്യത്തോടു കൂടി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന അജ്ഞാനത്തെ എന്ത് ചെയ്യണം? മുറിച്ചു മാറ്റുന്നതാണ്. അപ്പം ജ്ഞാനം അജ്ഞാനത്തെ ഹരിക്കുന്നതാണ്. അപ്പോൾ അതാണ് ജ്ഞാനയോഗം. ജ്ഞാനത്തിലൂടെ, യോഗം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, അറിവിലൂടെ ഈശ്വരനിലേക്ക് കൂടിച്ചേരുക. മനസ്സിലായില്ലേ? അതാണ് ജ്ഞാനയോഗം. രണ്ടാമത്തത് എന്താ? രാജയോഗമാണ്. രാജയോഗം എന്ന് പറഞ്ഞാൽ ധ്യാനം, തപസ്, ഇങ്ങനെയുള്ള യോഗമാർഗങ്ങൾ. ആ യോഗമാർഗത്തിൽ തപസ് ചെയ്യുന്ന യോഗി തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളെയും അടക്കം ചെയ്ത് തൻ്റെ ആത്മബോധത്തെ ഉണർത്തുമ്പോൾ അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നത്. മനസ്സിലായോ? അതിനാണ് ഹരിനാമകീർത്തനത്തിൽ ഒരു വരിയുണ്ട്: ഡക്കാമൃത തുടിതാളങ്ങൾ കേൾക്കാം ഉടൻ അപ്പോൾ മുമ്പേ നിജാസന മുറച്ച് ഏകനാടിയുടെ അപ്പം ഞാൻ ലജ്ജാവതിയെ നിൻ്റെ കള്ളക്കടക്കണിലെന്ന് ചോദിച്ചിട്ട് നിർത്തിയായിരുന്നെങ്കിൽ ബാക്കി പാട്ട് മൊത്തം ഇങ്ങോട്ട് വന്നേനെ. മനസ്സിലായോ? നമ്മുടെ അവസ്ഥ ഇതാണ്. ഹരിനാമകീർത്തനത്തിലെ വരിയാ പറഞ്ഞത്. ഭാഗവതത്തിൻ്റെ രത്നചുരുക്കമായി എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഇടുന്നതാണ്. നമ്മളിൽ എത്ര പേർക്ക് ശ്രദ്ധയുണ്ട്? പ്രഭാതത്തിൽ, പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ പ്രഭാതത്തിൽ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും, വൈകിട്ട് സന്ധ്യനാമവും, രാമരാമ എന്നുള്ള സന്ധ്യനാമം മുടങ്ങാതെ ജപിക്കുന്ന ഗൃഹങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പിന്നെ പ്രഭാതം നമ്മൾ കാണാറില്ല, അത് വേറൊരു സത്യം. നാമം ജപിക്കുന്ന ശീലം ഇപ്പം നമുക്കില്ല. പകരം നമ്മൾ എന്താ, പെട്ടി മേടിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടിക്ക് മോക്ഷം കിട്ടും. മനസ്സിലായില്ലേ? ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൂജാമുറി വിളക്ക് കത്തിച്ചിട്ട് നേരെ ഓടി വന്നിട്ടൊരു സ്വിച്ചും കിട്ടേക്ക് എന്താ, ഒരു പെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പെട്ടി ഇങ്ങനെ തിരിക്കുമ്പോൾ പെട്ടി അവിടെ നിന്നുകൊണ്ട് ഗണപതി 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 എന്ന് പറയും. കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചു വെക്കും. ഗണപതിക്ക് ബോറടിച്ചു. പിന്നെ ഏതൊരു വരും, ഓം നമശിവായ, ഓം നമശിവായ, ഓം നമശിവായ. കുറേ കഴിയുമ്പോൾ തിരിച്ചു വെക്കും, ഓം നാരായണ നാരായണ നാരായണ. അവസാനം മോക്ഷം ആർക്ക് കിട്ടണം? മുക്തി ആർക്ക് കിട്ടണം? പെട്ടിക്ക് കിട്ടണം. മനസ്സിലായില്ലേ? ഇപ്പം നിലവിളക്ക് കത്തിപ്പോവില്ല. ചിലർ ചോദിക്കുന്ന ഈ ഇത്രയും ബൾബും ഒക്കെ ട്യൂബും ഒക്കെ വന്ന് ഇന്നത്തെ കാലത്ത് ഇനി എന്തിനാണ് വിളക്ക്? ഭഗവാന് 2 ലൂമിനേറ്റ് കൊടുക്കും, ഇരിക്കട്ടെ, കളർഫുള്ളായിക്കോട്ടെ. നിലവിളക്കിനൊക്കെ വേറെ തത്വമുണ്ട്. വെറുതെ കത്തിക്കുന്ന ഒന്നല്ലോ നിലവിളക്ക്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സ്വരൂപമാണ് നിലവിളക്ക്. പീഠസ്ഥനായിരുന്ന ഒരു വ്യക്തി ഇരുന്നാൽ ആ വ്യക്തിയുടെ മൂലാധാരം തൊട്ട് സഹസ്രാര പത്മം വരെ നിറഞ്ഞു നിൽക്കുന്ന, വിടർന്നു നിൽക്കുന്ന ശരീരത്തിൻ്റെ പ്രതീകവും അതിൻ്റെ സുഷുമ്നാ നാഡിയുടെ തത്വവും അതിലൂടെ കടന്നു വരുന്ന പ്രണവ ഊർജത്തിൻ്റെ പ്രതീകമായ അഗ്നിയെ ജ്വലിപ്പിച്ച് അവൻ്റെ ആജ്ഞാചക്രത്തെ ഉയർത്തി ഈശ്വരബോധത്തിലേക്ക് ലയിപ്പിക്കുന്ന തത്വവിധാനത്തിൻ്റെ സ്വരൂപമാണ് നിലവിളക്ക്. അതാണ് നിലവിളക്കിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുക, പൂജയ്ക്ക് വിളക്ക് വെക്കുക എന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെയൊക്കെ ഒരു വിശാലമായ അറിവിനെ നമ്മൾ ഉപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ മുമ്പേ നിജാസനമുറച്ചേകനാടിയുടെ കമ്പങ്ങ തീർക്കുക. മുമ്പേ നിജാസനമുറച്ച് വെച്ചാൽ നേരെ നിവർന്ന്, അല്ലേ? നിവർന്നിരിക്കുക എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. നിവർന്നിരുന്ന് നിജാസനമുറച്ചേകനാടി. ഏകനാടി ഏതാ? സുഷുമ്ന എന്നൊരു നാഡിയുണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇടയും പിങ്കലയ്ക്ക് നടുക്ക് സുഷുമ്ന, ബ്രഹ്മനാഡി എന്ന് പറയാം. ആ നാഡിയുടെ കമ്പം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രകമ്പനം കുറച്ചിട്ട് അതിൻ്റെ തട്ടുകളെ കിടന്ന്, അതിനെയാണ് ഒരു ശിവകീർത്തനമുണ്ട് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി വലത്തോട്ട് പോയാൽ മണപ്പള്ളിയിലേക്കും പോയി, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കാമ്പശ്ശേരി മുക്കിലേക്കും പോവാം. അതാണോ? ഈശ്വര, ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു, നാളെ നിങ്ങളാരും ഇവിടെ വരുത്തില്ലെന്നുള്ള കാര്യം. എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം, ശിവശംഭോ. ഏതാ ഈ 6 പടി? ഏതെങ്കിലും അമ്പലം പണിഞ്ഞു വെച്ച പടിയാണോ? അല്ല. മനുഷ്യ ശരീരത്തിലുള്ള ഈ ഏകനാഡിയോട് ചേർന്ന് വരുന്ന മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ഇത് നമ്മുടെ ഉള്ളിലാണ്.
അപ്പം നമ്മളെ ഉള്ളിൽ തന്നെ തരണം ചെയ്ത് വേണം നമ്മുടെ എനർജി എന്തിലെത്താൻ? ഈശ്വരനിലേക്ക് എത്താൻ. അപ്പോൾ ഈശ്വരനും എവിടെ തന്നെയാണ് ഉള്ളത്? നമ്മളിൽ തന്നെയാണ്. അറിയാനുള്ള പാകപ്പെടലിലേക്ക് നമ്മളെത്തണം. മനസ്സിലായില്ലേ? ഒരരി തന്നെയല്ലേ അടുപ്പിൽ കിടന്ന് വെന്ത് ചോറാവുന്നത് അല്ലേ? അരിയുടെ അതേ സ്വഭാവമാണോ ചോറിനുള്ളത്? ആണോ? ഒരു പ്രക്രിയയ്ക്ക് വിധേയമായപ്പോൾ അരിയിൽ രൂപാന്തരമുണ്ടായി അത് ചോറായി പരിണമിച്ചു. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ കഠിന സ്വഭാവമായിട്ട് കിടക്കുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ ഏതുണ്ട്? ഭഗവാന്റെ സ്വരൂപമുണ്ട്. ആ സ്വരൂപത്തെ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്തതിനെ നേടിയെടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ എങ്ങനെയാണോ വെള്ളത്തിലിട്ട് തീ കൊടുത്ത് തിളപ്പിച്ചത്, അതുപോലെ ഭക്തിയാകുന്ന ജലത്തിൽ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് നമ്മൾ നമ്മളെ തന്നെ വേവിച്ചെടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഈശ്വരബോധത്തെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ യോഗി വര്യന്മാരുടെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യത്തെയും ആത്മബോധത്തെയും നേടുമ്പോൾ അവരുടെ ഉള്ളിൽ പ്രണവമന്ത്രം ഉയരും എന്നാണ് പറയപ്പെടുന്നത്. പ്രണവമന്ത്രം ഏതാ? ഓംകാരമാണ്. ഈ ഓംകാര മന്ത്രത്തെ പുറപ്പെടുവിക്കുന്ന വാദ്യമാണ് ശംഖ്. മനസ്സിലായില്ലേ? അതാണ് അടുത്ത കരത്തിലിരിക്കുന്നത്. യോഗമാർഗത്തിൽ ഭഗവാന്റെ തത്വത്തെ നേടുന്നതാണ് പ്രണവ മന്ത്രം. ഇനി മറ്റൊരു കൈകളെടുത്തു കഴിഞ്ഞാൽ അതെന്താ? ഗദയാണ് അല്ലേ? ഒരു കയ്യിൽ ഗദയാണ്. ഗദ എന്തിൻ്റെ പ്രതീകമാണ്? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു, നാമമാത്രമായിട്ടാണെങ്കിലും. ഗദ എന്തിൻ്റെ പ്രതീകമാണ്? കർമ്മത്തിൻ്റെ പ്രതീകമാണ്. മനസ്സിലായില്ലേ? കർമ്മയോഗം, സത്കർമ്മങ്ങൾ. കർമ്മം രണ്ട് തരത്തിലുണ്ട്. നല്ല കർമ്മങ്ങളുമുണ്ട്, മറ്റുള്ളവനെ ദ്രോഹിക്കുന്ന കർമ്മമുണ്ട്, മറ്റുള്ളവർക്ക് കൂടി ഗുണം കൊടുക്കുന്ന ലോക നന്മയ്ക്കുള്ള കർമ്മമുണ്ട്. അപ്പോൾ സത്കർമ്മങ്ങളുടെ പ്രതീകമാണ് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന ഗദ. അതുകൊണ്ടാണ് ദുഷ്കർമ്മികളെ ആ ഗദ കൊണ്ട് ഇല്ലാതാക്കുന്നത്. മനസ്സിലായില്ലേ? ദുഷ്കർമ്മം ചെയ്യുന്നവനെ ഇല്ലാതാക്കും, അതൊരു കർമ്മമാണ്. അപ്പോൾ കർമ്മയോഗം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്യിലിരിക്കുന്ന എന്താ? താമരയാണ്. താമര എന്തിൻ്റെ പ്രതീകമാണ്? താമര ഭക്തിയുടെ പ്രതീകമാണ്. എന്താ കാരണം? ഭക്തിയിലൂടെ നമ്മളെ മനസ്സ് ഭഗവാനെ സമർപ്പിച്ചാൽ പിന്നെ ഒരു മാലിന്യവും നമ്മളിൽ വന്ന് ചേരില്ല. താമരയുടെ പ്രത്യേകത ചെളിക്കുണ്ടിലാണ് അല്ലേ വളരുന്നത്, വിടരുന്നത്. പക്ഷേ ആ താമരയിൽ ആ ചെളിയുടെ എന്തെങ്കിലും ലാഞ്ചന ഉണ്ടാവുമോ? എത്ര വെള്ളം തെറിച്ച് വേണാൽ അത് തനിയെ മാറും. അതുപോലൊരു ഭക്തൻ സ്വയം ഭക്തിയിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ അവനെ മലിനമാക്കാൻ ഒന്നിനും സാധിക്കില്ല. ഇങ്ങനെയുള്ള 4 മാർഗങ്ങളുണ്ട്. അതിൽ ഭക്തിയുടെ മാർഗത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 2 തരം വാസനകൾ ഉണ്ടാവണം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ 2 തരം വാസനകളിൽ ആ 2 തരം വാസനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സാധക വാസനയും ഒന്ന് ബാധക വാസനയും. ഒന്ന് പറഞ്ഞേ, സാധക വാസന, ബാധക വാസന. ഈ 2 തരം വാസനകൾ വേണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു വാസന നമ്മുടെ ജീവിതത്തിൽ നേടണം. ഭഗവാനിലേക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 2 തരം വാസനകൾ നമ്മളിൽ ഏതെങ്കിലും ഒരു വാസന നമ്മൾ നേടണം. ഇവിടെ ബാധക വാസന എന്ന് പറഞ്ഞാൽ ഭഗവാനെ നേടാൻ ഒന്നിലധികം ജന്മങ്ങൾ ചിലപ്പോൾ ഈശ്വരനെ നേടാൻ വേണ്ടി വരുന്നതിനെയാണ് എന്തോ പറയുന്നത്? ബാധക വാസന. ചിലപ്പോൾ ഈ ജന്മം കൊണ്ട് പറ്റിയില്ല, അടുത്ത ജന്മം വേണം, അതിനടുത്ത ജന്മം വേണം, ചിലപ്പോൾ ഒരു 1000 ജന്മം വേണ്ടി വന്നു. അപ്പോൾ ഒരു കണക്കുണ്ടല്ലോ. അപ്പോൾ ഒരു ഒന്നിലധികം ജന്മങ്ങളെടുത്ത് ഭഗവാനെ നേടുന്നതിനെയാണ് എന്തു പറയുന്നത്? ബാധക വാസന. ഒരേ ജന്മം കൊണ്ട് തന്നെ ഭഗവാനെ നേടുന്നതിനെ എന്തു പറയും? സാധക വാസന എന്ന് പറയും. ഈ 2 വാസനകളുണ്ട്. ഈ 2 വാസനകളെ 2 കഥകളാക്കി ഭാഗവതം നമുക്ക് പകരുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ഭരതൻ്റെ ചരിതം എന്ന് പറയും. നമ്മൾ കഥകൾ എപ്പോഴും 18 വർഷമായിട്ട് ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് കഥയിലേക്ക് കൂടുതൽ പോകാതെ അതിൻ്റെ തത്വത്തിലേക്ക് ഇങ്ങനെ നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ ഋഷഭൻ എന്ന് പറയുന്ന രാജാവ് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ഋഷഭൻ. നമ്മൾ മധ്യാഹ്നത്തിൽ പറഞ്ഞല്ലോ, ഭഗവാന്റെ 24 അവതാരം ഭാഗവതത്തിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു അവതാരമാണ് ഋഷഭൻ. ഈ ഋഷഭാവതാരത്തിൽ അദ്ദേഹം ഭഗവാന്റെ അവതാരമായി വന്നു ചേർന്നു. അദ്ദേഹം നല്ല ധാർമ്മികമായി എങ്ങനെയാണോ ഒരു രാജ്യം ഭരിക്കേണ്ടത്, ഉത്തമ ഭരണാധികാരിയെപ്പോലെ ധർമ്മനിഷ്ഠനായി രാജ്യം ഭരിച്ചു. ഇദ്ദേഹത്തിന് 100 മക്കളുണ്ടായിരുന്നു. ആ 100 മക്കളിൽ ആദ്യത്തെ ആളാണ് ഭരതൻ. പിന്നെ ഒരു 9 മക്കൾ സന്യാസം സ്വീകരിച്ച് അവർ നവയോഗികൾ എന്ന് പറഞ്ഞ് ഭാഗവതത്തിലെ ഏറ്റവും ശ്രേഷ്ഠന്മാരായി ഏകാദശ സ്കന്ധത്തിൽ അവരെ തത്വം വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 9 പേര് ഈ രാജാവിനെ സഹായിച്ചുകൊണ്ട് രാജ്യകാര്യത്തിലൊക്കെ ഏർപ്പെട്ട് ജീവിച്ചു. ബാക്കിയുള്ള 81 പേര് ലോക നന്മയ്ക്ക് വേണ്ടി യാത്ര ചെയ്ത് അവർ ലോകത്ത് പല സ്ഥലങ്ങളിലും യാത്ര ചെയ്ത് അവർ ലോകത്ത് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ജീവിച്ചു. ഇങ്ങനെയാണ് ഈ 100 മക്കളുടെ അവസ്ഥ. ഇവിടെ ഋഷഭദേവൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചു നിർത്തി ആ മക്കൾക്ക്
എല്ലാവരും കേൾക്കെ, ആ രാജ്യസഭയിലുള്ളവരും മറ്റുള്ളവരും എല്ലാവരും കേൾക്കെ, ലോകർ കേൾക്കെ തന്നെ മക്കൾക്ക് ശരിയായ ജ്ഞാനത്തെ ഉപദേശിച്ചു കൊടുത്തു. ഇവിടെ എന്തിനാണ് ഈ ലോകത്തിന് മുന്നിൽ നിർത്തി ഈ ജ്ഞാനത്തെ പകർന്നതെന്ന് ചോദിച്ചാൽ, ഈ പകർന്നു കൊടുത്ത അറിവിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ ഒരു ബലം കൂടിയാണ്. കാരണം മറ്റുള്ളവർ കൂടി നിൻ്റെ അച്ഛൻ ഇങ്ങനെയല്ലേടാ പറഞ്ഞതെന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ ശരിയായ നിലയിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് പോകാൻ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്നും ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താകണമെന്നും ഭൗതികമായ കാമനകൾക്കും മോഹങ്ങൾക്കും ഏതളവ് വരെയാണ് നമ്മളെ സഞ്ചരിപ്പിക്കാൻ സാധിക്കുന്നതെന്നും അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാകേണ്ടതിനെക്കുറിച്ച് മക്കൾക്ക് എന്ത് ചെയ്തു? മക്കൾക്ക് ഉപദേശം കൊടുത്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബത്തിൽ അച്ഛൻ എന്ന സ്ഥാനത്തോ അമ്മ എന്ന സ്ഥാനത്ത് വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തു, സ്കൂളിൽ അയച്ചു, വസ്ത്രം വാങ്ങിക്കൊടുത്തു എന്നത് കൊണ്ട് മാത്രം മാതാപിതാക്കളുടെ കർത്തവ്യം തീരുന്നില്ല. അവർ ജീവിക്കുന്നതിന് ആവശ്യമായ അറിവിനെ പകർന്നു കൊടുക്കുന്നത് കൂടി ആരുടെ കർത്തവ്യമാണ്? മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. ഇത് ഭഗവാൻ ഒരു അവതാരത്തിലൂടെ തന്നെ തെളിയിക്കുകയാണ്. ആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അറിവ്, ജ്ഞാനോപദേശം. ഒരു പിതാവ് എപ്പോഴാണോ പൂർണ്ണനാകുന്നതെന്ന് ചോദിച്ചാൽ, തൻ്റെ മക്കൾ സുരക്ഷിതമായി ജീവിക്കാൻ ആവശ്യമായ അറിവും ബോധവും കൊടുത്തവരെ പ്രാപ്തമാക്കുമ്പോഴാണ് ഒരു പിതാവ്, മനസ്സിലായില്ലേ, ശരിയായ നിലയിൽ അച്ഛൻ എന്ന സ്ഥാനത്തിന് യോഗ്യനായി മാറുന്നത്. അല്ല ജന്മം കൊടുത്തത് കൊണ്ടും പണം ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടും മാത്രം പിതാവെന്ന സ്ഥാനത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അപ്പോൾ ആ പൂർണ്ണതലത്തിലേക്ക് ആ ഉപദേശം കൊടുത്തു. ഈ ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം ഇദ്ദേഹം പറഞ്ഞു, ഈ ഭൗതികമായ സുഖങ്ങളൊക്കെ മൃഗതുല്യമായ അവസ്ഥയിൽ നമ്മളെ ബന്ധിപ്പിക്കും. ഈ സുഖങ്ങൾക്ക് പുറകെ പായാതെ ഈ സുഖങ്ങൾ ശാശ്വതമല്ല എന്ന് അനുഭവിക്കുമ്പോൾ അറിയാൻ സാധിക്കില്ലേ? നമ്മൾ ഏത് വസ്തുക്കളും അനുഭവിക്കുമ്പോൾ നമ്മൾ ആ വസ്തുവിനോടുള്ള സുഖം കൂടുവോ കുറയുമോ? എന്താ സംഭവിക്കുന്നത്? കുറയത്തതേ ഉള്ളൂ. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ, ഒരു വസ്തു നേടുമ്പോഴുള്ള സുഖം പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ കിട്ടാറുണ്ടോ? ഉണ്ടോ? എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളൊരു തുണിക്കടയിൽ പോയി വസ്ത്രം എടുക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. നമ്മൾ ആ കടയിൽ ചെന്ന് കാണുന്ന എല്ലാ വസ്ത്രത്തിലും നമ്മളെ കണ്ണ് ചെല്ലത്തില്ലേ? ഇതട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം വാരി ഇടിയിക്കും. ഈ ഇടുന്നതിനകത്ത് ഇഷ്ടമുള്ളവരെണ്ണം എടുത്തിട്ട് നമ്മൾ ഇടതുവശത്ത് വെച്ച് നോക്കും. ഇനി ഇടതുവശത്തിനേക്കാൾ പ്രത്യേകത വലതുവശത്തുണ്ടോ? ഇല്ല. എന്നാലും വലതുവശത്തൊന്ന് വെക്കും. എന്നിട്ട് കണ്ണാടിയിലൊന്ന് നോക്കും. എന്നിട്ട് നടുക്ക് വെച്ചിട്ടൊന്ന് നോക്കും. എന്നിട്ട് തിരിഞ്ഞ് നോക്കും. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കും. നോക്കത്തില്ലേ? എന്നിട്ട് കൂടെ വന്നവരെ കാണിക്കും. അത് കഴിഞ്ഞ് എല്ലാവരെയും കാണിച്ച് അവസാനം എന്ത് ചെയ്യും? എല്ലാവരും കൊള്ളാമെന്ന് പറയും. അവസാനം വിൽക്കാൻ നിൽക്കുന്ന കുട്ടിയും കൂടെ കൊള്ളാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് ഇറങ്ങി ബില്ലിൻ്റെ പൈസ കൊടുക്കാൻ വീണ്ടും ഒന്നെടുത്ത് പുറത്തോട്ട് നോക്കി, ഇത് തന്നെ മതിയോ അല്ലേ? അതിനൊരു സുഖമാണ് നോക്കുന്നതിന്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നെടുത്ത് വെച്ച് നോക്കും. ഈ നോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആദ്യമായിട്ട് ഉപയോഗിച്ചു എന്ന് നോക്കുക. നമ്മൾ 2 ദിവസം ഉപയോഗിച്ചിട്ട് ഇത് കഴുകി കൊണ്ടുവന്നത് തേച്ചൊക്കെ വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ നിങ്ങളിത് ഇടതും വലതും വെച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നോക്കിയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? എന്താ കാരണം? അത് ഉപയോഗിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം കിട്ടിയ ആ സുഖം അവിടെ പോയി. ഇത്രയേ ഉള്ളൂ. എല്ലാ വസ്തുക്കളും ആത്യന്തികമായി സുഖം തരുന്നത് ഈശ്വരബോധമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബോധത്തിലേക്ക് എത്താനാണ് ജീവിതം എന്ന് മക്കളെ ഉപദേശിച്ചു. ശരിയായ ജ്ഞാനത്തെ പകർന്നു കൊടുത്തു. അത് കഴിഞ്ഞ് അച്ഛൻ മകനെ രാജാവുമൊക്കെ അനുഭവിച്ച് തന്നെ ബോധ്യം വരട്ടെ എന്ന് വെച്ചു. ഇത് കഴിഞ്ഞ് ഭരതൻ കുറേ കാലം രാജ്യം ഭരിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അച്ഛൻ പറഞ്ഞതാണ് ശരി. അദ്ദേഹം എന്ത് ചെയ്തു? സന്യാസം സ്വീകരിച്ചു. എല്ലാം ഉപേക്ഷിച്ചു. മക്കൾക്ക് രാജ്യഭരണമൊക്കെ ഏൽപ്പിച്ചു. നേരെ ഒരു നദിക്കരയിൽ പോയി അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഒന്നിനോടും മമതയില്ലാതെ എല്ലാ അറ്റാച്ച്മെൻറ്റും മാറ്റി. കാരണം എന്താ? എല്ലാ ദുഃഖത്തിൻ്റെയും ആത്യന്തികമായ കാരണം എന്താ? അറ്റാച്ച്മെൻ്റാണ്. മനസ്സുകൊണ്ടുള്ള ബന്ധമാണ്, മമതയാണ് ദുഃഖത്തിൻ്റെ കാരണമായി മാറുന്നത്. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചു. പക്ഷേ കർമ്മഗതി കൊണ്ട് ഇദ്ദേഹം സന്ധ്യാവന്ദനത്തിന് വേണ്ടി നദിക്കരയിൽ പോയി സന്ധ്യാവന്ദനം ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു മാനെ ഒരു ക്രൂരമൃഗം ഓട്ടിച്ച് ആ മാൻ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പ്രസവിച്ചു. ആ കുഞ്ഞ് ആ കരയിലേക്ക് വീണു. ഈ മാൻ രക്ഷപ്പെടാനുള്ള ചാട്ടത്തിനിടയിൽ അത് മരണപ്പെട്ടു. ഇദ്ദേഹം സന്ധ്യാവന്ദനം കഴിഞ്ഞ് നദിക്കരയിൽ നിന്ന് പോകുന്ന സമയത്ത് ഇദ്ദേഹം അറിയാതെ ആ മാൻ കുഞ്ഞിനെ ഒന്ന് നോക്കി. അദ്ദേഹം നോക്കിയാൽ വളരെ കൊച്ചൊരു കുഞ്ഞ്. ഒരു കാരുണ്യം വന്നു. താൻ ഈ കുഞ്ഞ് ഇവിടെ കിടക്കുന്ന സമയത്ത് താൻ അതിനെ ഉപേക്ഷിച്ച് പോയാൽ ചെറിയ ഉറുമ്പുകൾ തന്നെ കൂട്ടം കൂടി വന്നാൽ അതിൻ്റെ മരണം ഉണ്ടാവും അല്ലേ? ചെറിയ ഉറുമ്പുകൾ എന്ന് വന്നാൽ തന്നെ അതിൻ്റെ മരണം ഉണ്ടാവും. ചില ജീവികൾ അതിനെ കൊല്ലാം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ മാനിനെ ഒന്നെടുത്ത് സംരക്ഷിക്കാം. വേറൊന്നുമല്ല, തൽക്കാലം സ്വന്തം മക്കളോട് പോലും മമത കളഞ്ഞിട്ട് വന്ന ആളാണ്. ഈ മാനിനെ എടുത്ത് കൊണ്ടുപോയി.
അത് തൽക്കാലം ഒന്ന് നടക്കുന്ന പ്രായമാവട്ടെ എന്ന് വെച്ച് ആശ്രമത്തിൽ കൊണ്ടുപോയി അതിനാവശ്യമുള്ള പാലും ഒക്കെ കൊടുത്തതിനെ വളർത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം വിചാരിച്ചു ഇതിനോടൊരു മമത വേണ്ട, അതിനെ ഉപേക്ഷിക്കാം. നേരെ കൊണ്ടുവന്നൊരു കാട്ടിൽ കൊണ്ടുവന്നൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി. നടന്നു പോരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അദ്ദേഹം കാണുന്നത് ആ മരത്തിൻ്റെ മണ്ടെന്ന് ഒരു പെരുമ്പാമ്പ് താഴോട്ട് ഇഴഞ്ഞു വരുന്നു. അയ്യോ, ഈ പാമ്പ് അതിനെ വിഴുങ്ങിയാലോ, ഓടിച്ചെന്ന് ഇതിനെ എടുത്തിഞ്ഞ് കൊണ്ടുപോരുന്നു. അപ്പോൾ ഇച്ചിരിയും കൂടെ ഓടി രക്ഷപ്പെടാനുള്ള ആരോഗ്യം കൂടി കിട്ടട്ടെ എന്ന് വെച്ചു. അങ്ങനെ കൊണ്ടുപോയി കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും കൊണ്ടുപോയി വേറൊരു സ്ഥലത്ത് കൊണ്ടുവച്ചു. അവിടെ കൊണ്ടുവച്ചപ്പോൾ കുറേ ദൂരം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹം കാണുന്ന ആ വഴിയിലൂടെ ഒരു സിംഹം നടന്നു വരുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇവിടെ ഈ സിംഹത്തിൻ്റെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ആരോഗ്യം ഇതിന് കാണത്തില്ലല്ലോ. ഇദ്ദേഹം ഇപ്പുറത്തൂടെ ഓടിച്ചെന്ന് എന്ത് ചെയ്തു, ഈ മാനിനെ അന്നേരം എടുത്ത് തിരിച്ചു കൊണ്ടുപോരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പം വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ ഇടിയും മഴയൊക്കെ വന്ന് അതിൽ അവിടെ കയറി അത് അഭയം പ്രാപിക്കുമെന്ന് ഓർത്ത് വീണ്ടും അതിനെ എടുത്ത് ഇപ്പോൾ ഓരോ തവണ കൊണ്ട് കളയും, അടുത്ത തവണ ചിന്തയോടുകൂടി കൊണ്ടുവരും. കാരണം എന്താ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അറിയാതൊരു അടുപ്പം ആരോട് തോന്നി, ഒരു സ്നേഹം ഈ മാനിനോട് തോന്നി. അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നു. പിന്നീട് ഇദ്ദേഹത്തെ ഇതിനെ കൊണ്ട് കളയാൻ നോക്കും. ഇത് കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ഇദ്ദേഹം ഓടി വീട്ടിൽ വരുന്നതിനും ഇത് ഓടി വീട്ടിൽ വരും. ഇതിന് തോന്നി ഇദ്ദേഹം ഇത് കളി കടത്തുകയാണെന്ന്. മനസ്സിലായില്ലേ? നമ്മളൊക്കെ വീട്ടിലെ പട്ടിക്കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഓടി വരുന്നതിന് മുമ്പ് പട്ടിക്കുഞ്ഞ് ഓടി എവിടെ വരും, സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇതുപോലെ അത് പിന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇദ്ദേഹത്തിന് ഈ ഈശ്വരനോടുള്ള മമതയിൽ പൂജ ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് പതുക്കെ പതുക്കെ ഏതിനോട് അടുപ്പം വന്നു, മാനോട് വന്ന് പതുക്കെ ഭഗവാനോട് ശ്രദ്ധ കുറഞ്ഞ് മാൻ്റെ കാര്യം കൂടി നോക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മരണക്കിടക്കയിലേക്ക് എത്തി. ആ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ മാൻ വന്ന് അടുത്ത് നിന്നു. കാരണം തൻ്റെ യജമാനൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിനും ഒരു ദുഃഖത്തോടു കൂടി വന്നു. അപ്പോൾ ഇദ്ദേഹം മരണക്കിടക്കയിൽ കിടന്ന് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ജീവൻ വെടിയാൻ വന്ന ആളാണ്. പക്ഷേ അവസാനം എന്ത് ചിന്തിച്ചു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ മാനിനെ ആര് നോക്കും, മാനിനെ ഓർത്തുകൊണ്ട് മരിച്ചു. മനസ്സിലായില്ലേ? ഭഗവാനെ ഓർക്കാൻ വന്ന ആൾ മാനിനെ ഓർത്തുകൊണ്ട് ജീവൻ വെടിഞ്ഞു. അടുത്ത ജന്മത്തിൽ ഇയാൾ ഒരു മാനായിട്ട് ജനിക്കേണ്ടി വന്നു. അന്ത്യകാലത്ത് നമ്മൾ ഏതിനെ സ്മരിച്ചുകൊണ്ടാണോ നമ്മളെ ജീവൻ വെടിയുന്നത്, അടുത്ത ജന്മം അതായിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഭാഗവതം കൃത്യമായിട്ട് അതുകൊണ്ടാണ് ഭാഗവത തുടക്കത്തിൽ പറഞ്ഞു, ഭാഗവതത്തിൻ്റെ ഒരു പ്രധാന സന്ദേശം എന്താ, അന്ത്യകാലേ നാരായണ സ്മൃതി. അന്ത്യകാലത്ത് ഭഗവാന്റെ സ്മൃതി ഉണ്ടാണ്. അതിനാണ് പരീക്ഷത്ത് ഈ ഭാഗവതം മുഴുവൻ കേട്ടത്. നമ്മൾ ഈ യജ്ഞത്തിലിരുന്ന് കേൾക്കുന്നതിലൂടെ നമ്മൾ എത്തേണ്ടത് അവിടെയാണ്. അന്ത്യകാലത്ത് നാരായണ സ്മൃതി എന്ന ബോധത്തിലേക്ക് എത്തണം. അവിടെ അത് എത്തുന്നതിന് പകരം ഇദ്ദേഹം മാനെ ഓർത്ത് മാനായി ജനിച്ചു. അപ്പോൾ ഓരോ ജന്മത്തിലും നമ്മുടെ അന്ത്യകാലത്ത് എന്തിനെ ഓർക്കുന്നു അതായിരിക്കും അടുത്ത ജന്മം. ഇവിടെ നമ്മുടെ ചില ആചാര്യന്മാർ തമാശ രൂപേണയാണെങ്കിലും ചില കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മളെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നമ്മൾ വളർത്താതെ തന്നെ ചില പട്ടികളൊക്കെ വന്നിട്ട് വീട്ടിൽ നമ്മുടെ വീട് കാക്കുന്നവരായിട്ട് കയറാറില്ലേ. നമ്മൾ എത്ര എറിഞ്ഞ് ഓട്ടിച്ചാലും പോകില്ല. നമ്മൾ പറഞ്ഞില്ല ഓട്ടിച്ചാലും ശല്യം പോകില്ല. എന്താ കാരണം? പൂർവ്വജന്മത്ത് നമ്മളെ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് ഞാനങ്ങ് പോയാൽ ഈ വീട് നോക്കാൻ ആരുണ്ടെന്നൊക്കെ ചോദിച്ച് ചിന്തിച്ച് പോയി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിരിക്കും. അത് കല്ലെടുത്ത് എറിയുമ്പോൾ ഓർത്തോണം എറിയുന്നത് അപ്പൂപ്പൻ്റെ തലയ്ക്കാണെന്ന്. ചില മാവിൻ്റെയും പുളിയുടെയൊക്കെ ചവിട്ടി ചില ചേരയൊക്കെ വന്ന് കയറി കിടക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം എന്താ, മാവ് പൂത്ത സമയത്ത് ചില മുത്തശ്ശിമാർ ഞാൻ മരിച്ചുപോയ പിള്ളേരെല്ലാം ഒന്ന് മാങ്ങ വെച്ചിക്കൊണ്ടൊന്ന് ഓർത്തിട്ട് നാട്ടിലെ പിള്ളേരെക്കുറിച്ച് ഓർത്തിട്ടാണ് മരിച്ചത്. അപ്പോൾ ഈ വരുന്ന പിള്ളേരെ ഓട്ടിക്കാൻ വേണ്ടി ചേരയായിട്ടും പാമ്പായിട്ടും അവിടെയും വന്ന് കിടക്കും. നമ്മളും ഇടയ്ക്കിടയ്ക്ക് കല്ലെടുത്തിട്ട് അടി കൊടുക്കും. അതുകൊണ്ടാണ് സഹജീവികളെ ഉപദ്രവിക്കുന്നത് പരമാവധി കുറയ്ക്കുക. മനസ്സിലായില്ലേ? നമുക്ക് ബുദ്ധിമുട്ടായി വരുന്ന ഒരു സമയത്ത് നമുക്കതാവാം, അല്ലാത്ത സമയത്ത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു പ്രാണികളെയും ഒരു സഹജീവികളെയും എന്ത് ചെയ്യാൻ പാടില്ല, ദ്രോഹിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ മാനായി ജനിച്ചു. പൂർവ്വജന്മത്തെക്കുറിച്ചൊരു സ്മരണയുള്ളത് കൊണ്ട് ഈ മാനായി ജീവിച്ചുവെങ്കിലും മറ്റു മാനോടൊന്നും ഇടപഴകാൻ പോകാതെ ജീവിച്ചു. എന്താ കാരണം? നമുക്ക് പൂർവ്വജന്മത്തിൻ്റെ സ്മരണയിൽ ഇദ്ദേഹം കുറേ കാലം തപസ് ചെയ്തല്ലോ, അതിൻ്റെ പുണ്യം കൊണ്ട് ആ ഓർമ്മയുണ്ടായിരുന്നു. അടുത്ത ജന്മത്തിൽ ഇദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ബ്രാഹ്മണ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ സാമുദായിക തലത്തിലുള്ള ബ്രാഹ്മണൻ എന്ന അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, അതായത് ആത്മജ്ഞാനമുള്ള അറിവുള്ള കുലത്തിൽ ജനിച്ചു. ഇവിടെ എന്തിനാ ഈ അറിവുള്ള കുലത്തിൽ ജനിച്ചു എന്ന് എടുത്തു പറയാൻ കാരണം, അറിവുള്ള കുലത്തിലുള്ള അറിവിലാണല്ലോ പ്രവൃത്തി ചെയ്യുന്നത്. ഏത് പ്രവൃത്തിക്കൊരു അറിവുണ്ടാവും. ഇദ്ദേഹം നേരെ വിപരീതമായി ഒരു മന്ദബുദ്ധിയെ പോലെ ജീവിച്ചു. മനസ്സിലായി? അതാണ് ഈ അറിവുള്ള കുലത്തിൽ നിന്ന് എടുത്തു പറഞ്ഞതിൻ്റെ കാരണം. അതിന് നേരെ വിപരീതമായി അച്ഛനും ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ പരമാവധി എല്ലാം പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാലും ഒന്നും പഠിക്കാത്ത, എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ കഴിക്കും, എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും. മനസ്സിലായില്ലേ? അങ്ങനെ ആയപ്പോൾ ഇയാളെ എല്ലാവരും ജഡൻ എന്ന് വിളിച്ചു. ജഡഭരതൻ എന്നൊരു പേരിട്ടി. കാരണം എന്താ? പ്രത്യേകിച്ചൊരു ബോധം ഇല്ലാത്തവൻ, ജഡത്തിന് തുല്യമാണ്. അങ്ങോട്ടേക്ക് കൊടുത്താൽ അങ്ങോട്ടോ ഇങ്ങോട്ടേക്ക് കൊടുത്താൽ ഇങ്ങോട്ടോ, ഇങ്ങനെ കാലം കഴിച്ചു. അപ്പോൾ ഈ അവരെല്ലാവരും ഈ വ്യക്തി, കാരണം യഥാർത്ഥത്തിൽ ഒന്നിനോടും ബന്ധം വരാതിരിക്കാനാണ് ഈ മന്ദബുദ്ധിയെ പോലെ ഈ ജീവിതത്തിൽ ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചത്. ഇതിനിടയിൽ വെച്ചൊരു ഭദ്രകാളിയുടെ ഒരു ദർശനം ഉണ്ടായി. ഒരു ശൂദ്രപ്രമാണി ഒരു ദുർമന്ത്രവാദത്തിൽ കുരുതി കൊടുക്കാൻ പിടിച്ചുകൊണ്ട് പോയി. അവിടെ കുരുതി കൊടുക്കാൻ നേരത്ത് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു. ആ ശൂദ്രനായിട്ടുള്ള ദുർമന്ത്രവാദിയെ വധിച്ചു. ഈ ജഡഭരതനെ രക്ഷിച്ചു. ആ ഭദ്രകാളിയോട് പോലും മമത വന്നില്ല. അവിടെ നിന്ന് എണീറ്റിഞ്ഞു പോരുന്നു. കാരണം ഒന്നിനോടും എനിക്ക് മമത വേണ്ട എന്ന തരത്തിൽ ജീവിച്ചു. അങ്ങനെ ഇരിക്കെ രഹൂണൻ എന്ന് പറയുന്ന ഒരു രാജാവ് അദ്ദേഹം കപിലനെ ഗുരുനാഥനായി നേടാൻ വേണ്ടിയിട്ട്
പല്ലക്കിൽ വരുമ്പോൾ പല്ലക്ക് ചുമക്കുന്നതിൽ ഒരാൾ നഷ്ടപ്പെട്ടു. പകരം പല്ലക്ക് ചുമക്കാൻ വേണ്ടി ഈ ജഡഭരതനെ പിടിച്ച് ജോലി ഏൽപ്പിച്ചു. ജഡഭരതനാകട്ടെ ഈ പല്ലക്ക് ചുമക്കുന്ന സമയത്തും പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നുമില്ല, രാജാവായിരിക്കുന്നെന്നുള്ള ബോധമൊന്നും കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് പല്ലക്കും കൊണ്ട് ഓടും, ഇടയ്ക്കിടയ്ക്ക് പല്ലക്കിട്ട് കുലുക്കും, ഇടയ്ക്ക് ഇടത് തോളിൽ നിന്ന് പൊക്കി വലതോളിലിടും. ഈ പല്ലക്കിനകത്തിരിക്കുന്ന രാജാവ് ആകെ പരിഭ്രാന്തനായി. മനസ്സിലായില്ലേ? നമ്മൾ നല്ല കട്ടറുള്ള റോഡിൽ കൂടെ ഒരു KSRTC ബസ്സിലൊക്കെ പോയാൽ ഉള്ള അവസ്ഥ എങ്ങനെ ആയിരിക്കും? ഇടയ്ക്ക് ഫ്രണ്ടിൽ പോകും, ഇടയ്ക്ക് പുറകെ വരും അല്ലേ? ഇടയ്ക്ക് വാതിലിനകത്തോട് ചാടാൻ നിൽക്കി, ഇങ്ങനെയൊക്കെ ആടി ഒലഞ്ഞ് രാജാവിന് ദേഷ്യം വന്നു. രാജാവ് വളരെ ദേഷ്യത്തോടെ ശകാരിച്ചു. ഈ ശകാരിച്ച സമയത്ത് ജീവിതത്തിൽ ആദ്യമായി ജഡഭരതൻ വാ തുറന്ന് രാജാവിനോട് ചില ന്യായവാദങ്ങൾ ചോദിച്ചു. ആര് രാജാവ്, ആര് ഭൃത്യൻ, ആര് തടിച്ചവൻ, ആര് മെലിഞ്ഞവൻ, ആരാണ് യജമാനൻ, ആരാണ് സാധാരണക്കാരൻ? ഇതെല്ലാം ശരീരം കൊണ്ടാണ്, ആത്മാവ് കൊണ്ട് വ്യത്യാസമുണ്ടോ? തടിച്ചവനും വെളുത്തവനും കറുത്തവനും മെലിഞ്ഞവനും ഒക്കെ ആത്മാവിന് വ്യത്യാസമുണ്ടോ? ഇല്ല. എല്ലാത്തിലും, പക്ഷിയിലും മൃഗത്തിലും എല്ലാം ആത്മാവ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ബൾബ്, ഇവിടെ ഇരിക്കുന്ന ഈ ഫാൻ, ഈ ഇരിക്കുന്ന മൈക്ക്, ഈ മൈക്കിൽ എല്ലാത്തിനും പ്രവൃത്തിക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ കടന്നു വന്ന് ഇതിനെ പ്രവർത്തനോന്മേഷമാക്കുന്ന, ഇതിന് ആത്മാവെന്ന് പറയാവുന്ന തരത്തിൽ പ്രവഹിക്കുന്ന കരണ്ടിന് വ്യത്യാസമുണ്ടോ? മൈക്കിനകത്ത് വരുന്ന കരണ്ടിന് ശബ്ദത്തിൻ്റെ സ്വരൂപവും ബൾബിനകത്ത് വരുന്നതിന് തീയുടെ സ്വരൂപവും വല്ലതും ഉണ്ടോ? ഇല്ല. അതിൽ വന്ന് ചേരുമ്പോഴാണത് വ്യത്യസ്തമാവുന്നത്. ശരിയല്ലേ? അപ്പോൾ അതുപോലെ എല്ലാവരിലും ഒരേ ആത്മാവാണെന്ന് പറഞ്ഞു. ഈ സമയത്ത് രാജാവ് ഞെട്ടിപ്പോയി. കാഴ്ചയിലൊരു ഭ്രാന്തനെ പോലെ തോന്നുന്നു, പക്ഷേ പറയുന്നത് പരമമായ അറിവ്. രാജാവ് ആ പല്ലക്കിൽ നിന്നിറങ്ങി നേരെ കൈകൂപ്പി നമസ്കരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? എന്താ കാരണം? അന്നത്തെ രാജാക്കന്മാരൊക്കെ ആത്മജ്ഞാനികളും കൂടിയായിരുന്നു. ഇന്നത്തെ കണക്ക് നാട് ഭരിക്കാനുള്ള രാഷ്ട്രീയക്കാരന്മാർ മാത്രമല്ല. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിലെ രാജാക്കന്മാർ, ഭരണാധികാരികളെന്ന് ചോദിച്ചാൽ ധാർമ്മിക ബോധവും ഇല്ല, ആത്മജ്ഞാനവും ഇല്ല. അറിവില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ് ഇന്നത്തെ നമ്മുടെ നാടൊക്കെ ഭരിക്കുന്നതിൻ്റെ ഏറിയ പങ്കും. അല്ലേ? മനസ്സിലായില്ലേ? അവരാണ് ഇന്ന് നമ്മളെ നയിക്കുന്നത്. അതാണ് നമ്മളൊക്കെ അനുഭവിക്കുന്ന പല ദുഃഖത്തിൻ്റെയും കാരണം. കഴിവുള്ളവൻ വന്നാൽ മാത്രമേ ശരിയായ ദിശയിലേക്ക് ജീവിതത്തിൽ നയിക്കാൻ പറ്റൂ. പണ്ടത്തെ രാജാക്കന്മാർ, അതായത് രാജാവ് അദ്ദേഹം വന്നത് തന്നെ ഗുരുനാഥനെ തേടിയാണ് ഈ പല്ലക്കിൽ വരുന്നത് തന്നെ. കാരണം എന്താ? ജീവിതത്തിൽ അറിവുള്ളവനാണ് ശരിയായ കർമ്മം ചെയ്യാൻ പറ്റൂ. ഇവിടെ അദ്ദേഹം ആ പല്ലക്കിൽ നിന്ന് ഇറങ്ങി നമസ്കരിച്ചു. അഹങ്കാരത്തിലല്ല, വിനയത്തിൽ നമസ്കരിച്ചു. ഗുരുവായി സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഉപദേശം കൊടുത്തു. ഭടാഭി വർണ്ണനം എന്ന് പറയുന്ന ഒരു തത്വത്തെ പറഞ്ഞു കൊടുത്തു. ഈ പ്രകൃതിയിൽ അനവധി പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിടയിലൂടെ യാത്ര ചെയ്യുന്ന ചില തീർത്ഥാടക സംഘത്തെ പോലെയാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത്, ജീവിക്കുന്നത്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ കുന്നുകളുണ്ടാവും, ചിലപ്പോൾ പുഴകളുണ്ടാവും, ചിലപ്പോൾ പെരുമഴകളുണ്ടാവും. മനസ്സിലായില്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടത്തിൽ വരുന്ന അനവധി പ്രതിസന്ധികളാണ്. ഇടയ്ക്ക് ഈ പോകുന്നവർ തമ്മിൽ കിടന്ന് കലഹിക്കും. നമ്മളൊക്കെ ജീവിതത്തിൽ പരസ്പരം കലഹിക്കാറില്ലേ? ഒരുത്തൻ അവൻ്റെ മോളെ അടുത്തവന് കെട്ടിച്ചു കൊടുക്കും, എന്നിട്ട് മറ്റവൻ്റെ മകളെ ഇങ്ങോട്ട് കെട്ടും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് അല്ലേ? എൻ്റെ മോളെ അവിടെ കൊടുത്ത് കല്യാണം കഴിച്ചു, അവിടുത്തെ പെൺകുച്ചിനെ ഞാൻ കല്യാണം കഴിച്ചു, ഇവിടുത്തെ അങ്ങോട്ട് കൊടുത്തെന്ന് പറയുക. ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യും. ആ യാത്രയ്ക്കിടയിൽ ചിലരൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഓരോ ചക്രത്തിൽ നഷ്ടപ്പെട്ടു. എന്നാലും ഈ തീർത്ഥസംഘം ഇങ്ങനെ വീണ്ടും വീണ്ടും പുതിയ ആൾക്കാർ ചേർന്ന് ചേർന്ന്. ഇതാണ് ഈ സമൂഹത്തിലെ ജീവിതം. ഇവിടെ ഭവാടവി എന്ന് പറഞ്ഞാൽ, ഭവ എന്ന് പറഞ്ഞാൽ ഭവിച്ചത്, അടവി എന്ന് പറഞ്ഞാൽ കാട്. ഒരു ജീവിത സാഗരമാകുന്ന ഒരു കാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? ആ കാട്ടിൽ പെട്ടുഴലാതെ, മനസ്സ് ശാന്തമായി ഭ്രമിക്കാതെ ശരിയായ വഴി നേടണമെങ്കിൽ നമ്മൾ ഭഗവത് ചിന്തയിലേക്ക് മനസ്സ് ഉറപ്പിക്കുക. ആ ഭവാപ്തി കടക്കാൻ ഭഗവാനെ, സംസാരസാഗരമാകുന്ന ദുഃഖങ്ങളിൽ നിന്ന് കടക്കാൻ ഭഗവാനെ നേടുക എന്ന് ഉപദേശം കൊടുത്തു. അത് കഴിഞ്ഞ് ജഡഭരതന് നേരെ അദ്ദേഹം ആദ്യമായി സംസാരിച്ചത് ഉപദേശമൊക്കെ കൊടുത്ത് രാജാവിനെ യാത്രയാക്കി. അദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ച് തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മോക്ഷഗതിയിൽ. അപ്പം 3 ജന്മം ആർക്ക് വന്നു? ഭരതന് വന്നു. അതാണ് ബാധകവാസന. ആദ്യത്തെ ഭരതൻ, രണ്ടാമത് മാനായി, മൂന്നാമത് ജഡഭരതനായി. 3 ജന്മം കൊണ്ട് ഭഗവാനെ നേടി. ഇനി ഇത് പറഞ്ഞപ്പോൾ നമുക്കൊരു സംശയം വരാം. ഭഗവാനെ നേടാൻ 3 ജന്മം വേണോ? ഇവിടെ എന്താ സംഭവിച്ചത്? അന്ത്യകാലത്ത് ഭഗവാനെ ഓർക്കുന്നത് നടന്നില്ല. അപ്പോഴാണ് അന്ത്യകാലത്ത് ഭഗവാനെ ഓർത്തൊരാളുടെ ചരിതം പറഞ്ഞ അജാമിളൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് എല്ലാ അറിവും നേടിയ ആളാണ്. പക്ഷേ കൂട്ടുകെട്ടുകളിലേക്ക് എത്തപ്പെട്ടു. അതിൻ്റെ ഫലമായിട്ട് എന്തായി മാറി? ദുർവൃത്തികൾ വന്നു ചേർന്നു. ഇവിടെയാണ് നമ്മൾ ഭാഗവതത്തിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വലിയ തത്വം. നമ്മളെ സുഹൃത്തുക്കൾ, ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ നമുക്ക് സമ്പത്തും, ദുർജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് നമ്മുടെ ജീവിതത്തിൽ നരകതുല്യമാക്കി മാറ്റും. നമുക്ക് സൗഹൃദങ്ങൾ വേണം. പക്ഷേ ആ സൗഹൃദം എങ്ങനെയുള്ളവരോടായിരിക്കണം? നമ്മളെ കൂടി നന്നാക്കുന്നവരായിരിക്കണം നമ്മുടെ സുഹൃത്തുക്കൾ, അല്ലേ? അതോ നമ്മളെ കൂടി മോശമാക്കുന്നവരാണോ? അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ കൂടി
നന്നാക്കുന്ന, നന്മയിലേക്ക് നയിക്കുന്നവരായിരിക്കണം നമ്മുടെ സുഹൃത്ത്. നമ്മളെ കുട്ടികളോടൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളോട് ഇന്ന് നമ്മൾ ചോദിക്കുകയാണ്, അവരുടെ ഭാഷയിൽ ചോദിച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ അവരെന്തായിരിക്കും പറയുന്നത്? നമ്മുടെ കുട്ടികളോട് ഇന്ന് ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? അവർ കുറേ പേര് പറയും. മനസ്സിലായില്ലേ? ഈ അടുത്ത സമയത്ത് ഞാൻ തന്നെ ഇതേ ചോദ്യം ഒരു കുട്ടിയോട് ചോദിച്ചതാണ്. അയാൾ ഇവിടെയല്ല പഠിക്കുന്ന, വിദേശത്താണ്, മലയാളിയാണ്, വിദേശത്താണ്. നാട്ടിൽ വന്ന സമയത്ത് ആ വീട്ടിൽ പോയ സമയത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ സംസാരിച്ച് ചോദിച്ചു. അപ്പോൾ കുട്ടി കുറേ പേര്, ഞാൻ പറഞ്ഞൊന്ന് എഴുതാൻ പറഞ്ഞു, എഴുതി ഒരു 10-15 പേരുടെ പേര് 1, 2 എന്ന്. ആദ്യത്തെ കുട്ടിയുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആദ്യത്തെ എഴുതി, രണ്ടാമത് ഇങ്ങനെ എഴുതി. ഞാൻ ചോദിച്ചത് എന്താ അടിസ്ഥാനത്തിൽ? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എൻ്റെ എല്ലാ കാര്യത്തിലും കട്ട സപ്പോർട്ടാണ്. മനസ്സിലായില്ലേ? എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, അപ്പോൾ ഒരു തെറ്റ് ചെയ്താലോ? അന്നേരവും കൂടെ നിൽക്കും. തെറ്റ് ശരി ചെയ്താലും. അപ്പോൾ അതൊരിക്കലും ബെസ്റ്റ് ഫ്രണ്ട് അല്ല. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കഥ ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പറയാനൊരു കാരണം, അവൻ്റെ വീട്ടിലൊരു കൃഷ്ണൻ്റെ പ്രതിമ ഇരിപ്പുണ്ട്, ഭഗവത്ഗീതയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് കൃഷ്ണൻ്റെ കഥ പറഞ്ഞു. കൃഷ്ണൻ അർജുനൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു. പക്ഷേ അർജുനൻ്റെ എല്ലാ കാര്യത്തിനും ഭഗവാൻ കൂടെ നിന്നിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അർജുനൻ തെറ്റായ വഴി പോയപ്പോൾ ഭഗവാൻ അവിടെ ഒരു ടീച്ചറെ പോലെ നിന്ന് തിരുത്തി. അതല്ലേ ഭഗവത്ഗീത? മനസ്സിലാവുന്നുണ്ടോ? അർജുന, അത് ശരിയല്ല. അപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ആരായിരിക്കണം? ദ ഗുഡ് ടീച്ചർ ആയിരിക്കണം. മനസ്സിലായില്ലേ? തെറ്റായ കാര്യങ്ങളെ തിരുത്തുന്നവനാണ് നല്ല സുഹൃത്ത്. അല്ലാതെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നവനാണ് സുഹൃത്തെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റിന് കൂട്ടു നിന്നാൽ നമ്മൾ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്ത് തെറ്റായ വഴിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇനി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഒന്ന് എഴുതാൻ പറഞ്ഞു. ഏതാണ്ട് 11ാമത് എഴുതിയ പേര് അവൻ 1ാമത് എഴുതി. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ആദ്യം എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നവൻ്റെ പേരാണ് അവൻ ആദ്യം എഴുതിയെങ്കിൽ അവൻ അവസാനം 11ാമത്തെ ആളിൻ്റെ പേര് 1ാമത്തായിട്ട് എഴുതി. എന്താ? ഞാൻ ചോദിച്ചു, അതെന്താ മാറ്റി എഴുതിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ എന്നെ വഴക്ക് പറയാറുണ്ട്. അങ്ങനെ ചെയ്യല്ലേടാ, അങ്ങനെ പോവല്ലേടാ എന്ന് പറയാറുണ്ട്. ശരിയായിട്ടൊരു ഫ്രണ്ട് അതല്ലേ ആവേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ ഭാഗവതം എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും വിശകലനം ചെയ്ത് പറഞ്ഞത്. നമ്മളെ ഈശ്വരനെ പൂജിച്ച് പുണ്യം കിട്ടാനല്ല ഭാഗവതം, ജീവിക്കാനാണ്. ശരിയായ തലത്തിൽ നല്ല വ്യക്തിയായി ജീവിക്കാൻ പ്രാപ്തമാക്കാനാണ് ഭാഗവതം. നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാർക്കും നാട്ടിലുള്ളവർക്കൊക്കെ ഭഗവാനോട് ഭക്തിയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ ധാരണ, കുഞ്ഞുങ്ങളോ, അവരൊന്നും അതിന് വേണ്ടിയിട്ടൊന്നും ആയിട്ടില്ലെന്നേ. അവരൊക്കെ ഈശ്വരീയ ആത്മീയത പഠിക്കാനൊക്കെ എത്രയോ പ്രായം കിടക്കുന്നു. ആ പ്രായത്തിൽ പഠിക്കാനുള്ളതല്ല, കുഞ്ഞുനാളിലേ പഠിക്കാനുള്ളത്. കാരണം എന്താ? അവരാണ് ജീവിതത്തിലൂടെ ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അവരാണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയുള്ള ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരാണ്. എല്ലാ കുഴിയിലും ചെന്ന് വീണിട്ട് ഏറ്റവും ഒടുവിൽ അറ്റവും മൂലയും എല്ലാം പോയി ഓട്ട വീണ് തുളയും വീണതിന് ശേഷം വയസ്സാം കാലത്ത് വന്നിരുന്ന് ഭഗവാനെ എന്ന് വിളിക്കുന്നവരാണ് നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാരും. നല്ല കാലത്തൊക്കെ നമ്മൾ ആർക്കും വിഷമം തോന്നരുത്. ഇവിടെ ഇരിക്കുന്ന ഈ പ്രായമുള്ളതിൽ തന്നെ ചെറുപ്പകാലത്ത് ഇതുപോലെ യജ്ഞത്തിന് ഞാൻ വന്നിരുന്നിട്ടുണ്ടെന്ന് പറയാവുന്നവരൊന്ന് കൈവൊക്കെ. ഒരാൾ പോലും ഉണ്ടാവില്ല. ഇതാണ് സത്യം. കേൾക്കേണ്ടത് എപ്പോഴാണ്? ചെറുപ്പകാലത്താണ്. വയസ്സാം കാലത്ത് വന്നിരുന്നിട്ട് ഇനി ബെസ്റ്റ് ഫ്രണ്ടിനെ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെയാണ് അജാമിളൻ തെറ്റായ കൂട്ടുകെട്ടിൽ പോയി ജീവിതത്തിൽ തെറ്റായ വ്യക്തിയായി മാറി. എല്ലാ ദുർചിന്തകളിലും ജീവിച്ചു. പക്ഷേ അജാമിളന് 10ാമത്തെ ഒരു കുഞ്ഞിന് നാരായണൻ എന്നൊരു പേരിട്ടു. ആ മകനോടുള്ള സ്നേഹം കൊണ്ട് എപ്പോഴും നാരായണ നാരായണ എന്ന് ഏത് കർമ്മം ചെയ്താലും വിളിക്കും. അങ്ങനെ അവസാനം മരണക്കിടക്കയിൽ കിടന്നപ്പോൾ ആ കാലപാർഷദന്മാരുടെ കയറ് മുറിയപ്പോൾ ആ കുഞ്ഞിനെ കാണാനുള്ള മോഹത്തോടു കൂടി നാരായണ എന്ന് മകനെ വിളിച്ചു. പക്ഷേ മരണവെപ്രാളം കൂടി ഒന്നും വിളിച്ചത് മകനെയാണെങ്കിലും മനസ്സിലാരെ ഓർത്തു? ഭഗവാനെ ഓർത്തു. കാരണം ആ വെപ്രാളം കൊണ്ട് ഭഗവാനെ ഓർത്തു. അതുകൊണ്ട് കാലപാർഷദന്മാരെ കയ്യിൽ നിന്ന് ഭഗവാന്റെ വിഷ്ണു പാർഷദന്മാർ വന്ന് നേരെ കാലൻ്റെ ദൂതന്മാരെ ഓട്ടിച്ച് അജാമിളനെ രക്ഷിച്ചു. ആ അജാമിളൻ പിന്നീട് ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാനെ പ്രാപിച്ചു. മനസ്സിലായില്ലേ? അപ്പം ഭഗവാന്റെ നാമജപത്തിൻ്റെ പ്രാധാന്യം ഒരു നാരായണ എന്ന നാമജപത്തിലൂടെ അത് ജപിച്ച് മകനെക്കുറിച്ച് ഓർത്താണെങ്കിലും വിളിച്ച് ഒടുവിൽ ആ മകനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിലും അന്ത്യകാലത്ത് ആരെ വിളിക്കാൻ സാധിച്ചു? നാരായണ എന്ന നാമം ജപിച്ച് ഭഗവാനെ ഓർക്കാൻ സാധിച്ചു. നാരായണ എന്ന് ജപിക്കാൻ പോയ അജാമിളൻ അതിൽ നിന്ന് ഭരതൻ തെറ്റിപ്പോയെങ്കിൽ ഇവിടെ അജാമിളൻ ആ നാരായണനെ വിളിച്ചത് കൊണ്ട് ഒരു ജന്മം കൊണ്ട് മോക്ഷം കിട്ടി. അതാണ് അജാമിള മോക്ഷം. അതിനെയാണ് സാധക വാസന എന്ന് പറയുന്നത്. ഈ രണ്ടിലേതെങ്കിലും ഒരു വാസന നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായി നമ്മൾ നേടേണ്ടതാണ്. അതുകൊണ്ടാണ് വിസ്തരിച്ച് നമ്മൾ ഈ ഒരു കഥ വളരെ പ്രാധാന്യമുള്ളൊരു കഥയാണ്. ആ തത്വത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് ഈ സമയത്ത് ചർച്ച ചെയ്തത്.